ടു താടിയും പൊട്ടും ടോക്സ്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു 1 അവർ മുന്നേ ABC മലയാളം എന്നുള്ള ചാനലിൽ ഒരു ന്യൂസ് കണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനും വീഡിയോസ് ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ 2019 ട്രിവാൻഡ്രം യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥിനി നിഖിലയുടെ ചില വെളിപ്പെടുത്തലുകളാണ് ആ വീഡിയോയിൽ ABC മലയാളത്തിൽ ഞാൻ കണ്ടത്. അതിപ്പോൾ ഇവിടെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് 2019 നിഖില ആത്മഹത്യാ ശ്രമം നടത്തിയിരുന്നു. ആ ശ്രമത്തിന് പുറകിൽ SFIക്കാരാണ് എന്നുള്ള വെളിപ്പെടുത്തലും അന്ന് നിഖിലയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണ് നിഖില അതിൽ പറയുന്നത്. അപ്പോൾ നമുക്കതൊന്ന് കണ്ടുനോക്കിയാലോ. ഞാൻ എൻ്റെ BSCക്ക് വളരെ ആഗ്രഹിച്ച് അഡ്മിഷൻ എടുത്തൊരു കോളേജാണ് യൂണിവേഴ്സിറ്റി കോളേജ്. അന്ന് നമ്മുടെ ഏറ്റവും മാർക്ക് ലിസ്റ്റിൽ ഏറ്റവും ടോപ്പ് മാർക്ക് കിട്ടുന്ന കുട്ടികൾക്ക് മാത്രമേ യൂണിവേഴ്സിറ്റി കോളേജിൽ കെമിസ്ട്രിക്ക് ഒരു അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്പോൾ അവിടെ തന്നെ പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ അത്രയും മാർക്ക് മേടിച്ച് അവിടെ അഡ്മിഷൻ എടുത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു പഠിക്കാൻ കഴിയുന്ന, ലൈബ്രറീസ് അക്സസ് ചെയ്യാൻ പറ്റുന്ന നല്ല അധ്യാപകരുള്ളൊരു അന്തരീക്ഷമായിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു യൂണിവേഴ്സിറ്റി കോളേജ്. അപ്പോൾ ചെന്ന് കഴിഞ്ഞ് ആദ്യത്തെ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ എന്തിനോ ഒരു സമരം ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോകുന്നു. റെഡ് ഡ്രസ് ഇട്ട് എല്ലാവരും വരണം എന്ന് പറയുന്നു, ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ അന്ന് എല്ലാവരും ഒരുപോലെയുള്ള ഡ്രസ് ഇട്ട് ഒരേ കളറിലിട്ട് പോകുമ്പോൾ ഒരു കൗതുകം അതിന്റെ പുറത്ത് ഞങ്ങളെല്ലാം പോയി. എന്താ അതിനുള്ള റീസൺ എന്നൊന്നും ഞങ്ങൾ ആലോചിക്കുന്നില്ല, പോയി. പക്ഷെ പിന്നെയും അടുത്തൊരാഴ്ചയായപ്പോൾ ഈ ഒരു കാര്യം ഒരു തുടർക്കഥയായിട്ട് മാറി. പിന്നെയും ഓരോ ആഴ്ച എന്തെങ്കിലും സമരം, ക്ലാസ്സിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോവുക, ടീച്ചേഴ്സിനെ പഠിപ്പിക്കാൻ സമ്മതിക്കാതിരിക്കുക, ഈ രീതിയിലുള്ള കാര്യങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ പഠിക്കാനായി ഞങ്ങൾ ഇവിടെ നിന്ന്, ഞാനൊരു ഡേ സ്കോളറാണ്. അപ്പോൾ ഞാൻ ആറ്റിങ്ങിൽ നിന്ന് ട്രിവാൻഡ്രം വരെ ഒരു 1.5-2 മണിക്കൂർ ട്രാവൽ ചെയ്താണ് രാവിലെ പോകുന്നത്. വീടെത്തുന്നത് ഒരു വൈകുന്നേരം രാത്രി സമയമാണ്. അപ്പോൾ അത്രയും നമ്മൾ ഇൻട്രസ്റ്റഡ് ആയി പഠിക്കാൻ പോയൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും നമുക്ക് പഠിക്കാൻ ഒരു അന്തരീക്ഷം കിട്ടുന്നില്ല. ബാക്കി എന്തും പറ്റുന്നുണ്ട്, പഠിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷം അവിടെ നിന്ന് കിട്ടുന്നില്ല എന്നായപ്പോൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഹെഡിനോടൊക്കെ കംപ്ലൈന്റ് ചെയ്തു നോക്കി. അപ്പോൾ കംപ്ലൈന്റ് ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇതാണ് അന്തരീക്ഷം, അത് കുട്ടി അറിഞ്ഞും കണ്ടും വരേണ്ടതായിരുന്നു എന്നുള്ള രീതിയിലാണ് അവരുടെ. അപ്പോൾ അതാണ് നമ്മുടെ ഈ നിഖില ആറ്റിങ്ങിൽ നിന്ന് ഒരുപാട് ദൂരെ ഒരു 1.5-2 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടൊക്കെയാണ് ഈ കോളേജിൽ പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് നല്ല മാർക്ക് കിട്ടി, നല്ല മാർക്കുള്ളവരെ മാത്രം എടുക്കുന്ന ഒരു കോളേജിൽ, ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ ട്രിവാൻഡ്രം വന്ന് ചേർന്നത്. അവിടെ ചെന്നപ്പോഴോ അവിടെ പഠിക്കാനുള്ള അറ്റ്മോസ്ഫിയർ മാത്രം ഉണ്ടായിരുന്നില്ല. അവിടെ ഈ പറയുന്ന SFIയുടെ യൂണിയൻ കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മാത്രമാണ്. അവിടെ ആദ്യമൊക്കെ ചെന്ന സമയത്ത് സമരത്തിന് ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാവരുടെ കൂടെ പോകാൻ അവരും പോയി. ഏതാണെന്നൊന്നും അങ്ങനെ അറിഞ്ഞിരുന്നില്ല. പക്ഷെ സ്ഥിരമായിട്ട് അത് തന്നെയായിരുന്നു ഇവർക്ക് അവിടെ ഉണ്ടായിരുന്നത്. ക്ലാസ്സിൽ ടീച്ചേഴ്സിനെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ഇവർക്ക് ഇരുന്ന് പഠിക്കാനോ ഒന്നിനും പറ്റിയിരുന്നില്ല. അപ്പം എന്താണ് ഇങ്ങനെയെന്ന് ഈ നിഖില ടീച്ചേഴ്സിൻ്റെ അടുത്ത് പോയി ചോദിച്ചു. അപ്പോൾ പ്രിൻസിപ്പളും ടീച്ചർമാരും ഒക്കെ അവരോട് പറഞ്ഞത്, ഈ കോളേജിൽ ഇങ്ങനെയാണ്, നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയില്ലായിരുന്നു, അതൊക്കെ അറിഞ്ഞിട്ട് വേണമായിരുന്നു, ചോദിച്ചു മറിഞ്ഞും വേണമായിരുന്നു ഇവിടെ വരാനായിട്ട്, ഇവിടെ ഇങ്ങനെയൊക്കെയാണ് എന്നാണ് പറഞ്ഞത്. അതായത് ടീച്ചേഴ്സിന് പോലും ഒന്ന് മിണ്ടാനോ അല്ലെങ്കിൽ പ്രിൻസിപ്പളിന് പോലും ഭയക്കുന്ന തരത്തിലായിരുന്നു അവിടെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് ഈ പറയുന്ന കോളേജ് യൂണിയൻ ആ പാർട്ടി നേതാക്കന്മാരായിരുന്നു. അപ്പോൾ പഠിക്കാനുള്ള ആഗ്രഹമായി പോയവർക്ക് അവിടെ പഠിക്കാനുള്ള ഒരു സാധ്യത മാത്രം ഉണ്ടായിരുന്നില്ല. ബാക്കി കേട്ടോ സംസാരം ഉണ്ടായി. പക്ഷേ പിന്നെയും ഓക്കെ, നമ്മൾ എന്തായാലും അഡ്മിഷൻ എടുത്തു, പഠിച്ചു, മുന്നോട്ട് പോയേ പറ്റൂ. ഒരു ഫാമിലി നമുക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നത് തോന്നലിന് മുന്നോട്ട് പഠിക്കാൻ ശ്രമിച്ചു, മാക്സിമം ട്രൈ ചെയ്തു. പിന്നെ ഈ സമരങ്ങളും കാര്യങ്ങളും, അതും നട്ടുച്ച വെയിലത്ത് ആഹാരം പോലും കഴിക്കാതെ ഞങ്ങളെ സെക്രട്ടേറിയറ്റ് മാർച്ചിനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഈവൻ ഗേൾസിനെ പീരീഡ്സ് സമയത്ത് പോലും പോയി റോഡിൽ ഇരുത്തിച്ചിട്ടുണ്ട്. നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അല്ലെങ്കിൽ പോവാതിരിക്കാൻ ഒരു വഴിയില്ല. അവിടെ ചെന്ന എല്ലാവരും SFI ആണ്, എല്ലാവരും മെമ്പർഷിപ്പ് എടുക്കണം, എല്ലാവരും ഈ സമരങ്ങളിലൊക്കെ പങ്കെടുക്കണം. ഇതാണ് അവിടെയുള്ളൊരു രീതി. അപ്പോൾ എനിക്ക് ആദ്യം ഇത് ഭയങ്കര ഒരു അരോചകമായിട്ട് തോന്നിയ ഒരു കാര്യമാണ്. പറഞ്ഞു നോക്കി ടീച്ചേഴ്സിനോടൊന്നും, പക്ഷെ
ഒരു കൈൻഡ് ഓഫ് റെസ്പോൺസും ആരുടെ കയ്യിൽ നിന്നും ഉണ്ടായിട്ടില്ല. കാര്യം അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊരവസ്ഥയാണ്. അപ്പോൾ അവിടെ ഇത് സ്ഥിരമായിട്ട് ക്ലാസ്സിൽ പഠിപ്പിക്കലോ അല്ലെങ്കിൽ പഠിക്കാനോ ഒന്നും കഴിയണില്ല എന്ന് അവർക്ക് മനസ്സിലായി. ഈ കാര്യങ്ങൾ പലപ്പോഴും ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിനും അതിനൊക്കെ നിർബന്ധിതരായി അവർക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. അവിടെ പീരീഡ്സ് ടൈമിൽ പോലും പെൺകുട്ടികളെ നട്ടുച്ചയ്ക്ക് റോഡിൽ പോലും ഇരുത്തിയിട്ടുണ്ട് ഈ പറയുന്ന സമര നേതാക്കൾ. അതിനെപ്പറ്റി ചോദിക്കാൻ ടീച്ചേഴ്സോ പ്രിൻസിപ്പളോ ആരും ധൈര്യപ്പെട്ടിരുന്നില്ല, ആരും ശബ്ദം ഉയർത്തിയിരുന്നില്ല. ഈ ഒരു പ്രശ്നം ഇവർക്ക് ആർക്കും, ഈ സ്റ്റുഡൻസിന് പലർക്കും ഇതിൽ എതിർപ്പുണ്ടായിരുന്നെങ്കിലും ആരും ഭയന്ന് ആരും ഇവരോടൊന്നും പറഞ്ഞിരുന്നില്ല. അപ്പം ഈ പറയുന്ന നിഖില എന്നൊരു പെൺകുട്ടി പഠിക്കാനുള്ള ആഗ്രഹമായി വളരെ ദൂരേന്ന് വന്ന് പഠിച്ച് തിരിച്ച് വീട്ടിലേക്ക് ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ വൈകുന്നേരമൊക്കെ ഒരുപാട് ഇരുട്ടിയിട്ടാണ് എത്തുക. അപ്പം അത്രയും പഠിക്കാനുള്ള ആഗ്രഹങ്ങൾ കൊണ്ട് അത്രയും നല്ല കോളേജാണെന്ന് കരുതി വന്ന അവൾക്ക് ഇതിനെപ്പറ്റി ചോദിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും അവളുടേതായ രീതിയിൽ പ്രതികരിക്കണമെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു. അപ്പം ഈ പ്രശ്നം ഈ ആത്മഹത്യാ ശ്രമത്തിലേക്ക് എത്താനുള്ള ഒരു കാരണം, രൂക്ഷമാവാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് നിഖില പറയുന്നത് കേൾക്കാം. ഈ ഒരു പ്രശ്നം രൂക്ഷമാകുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിന്റെ തലേ ദിവസം, അന്ന് നമ്മുടെ ശബരിമല ഇഷ്യൂ അത്യാവശ്യം ഫയറായി നിൽക്കുന്ന ഒരു ടൈമാണ്. അപ്പൊ ആ ഒരു ടൈമില് എക്സാമിന്റെ തലേ ദിവസം ഗേൾസിനോട് എല്ലാവരോടും പോസ്റ്റേഴ്സ് ഉണ്ടാക്കി സമരത്തിന് ചെല്ലാൻ പറഞ്ഞു. സെമസ്റ്റർ എക്സാം ആണ്, ഫസ്റ്റ് സെമസ്റ്റർ എക്സാം ആണ്. ചെല്ലാൻ പറഞ്ഞപ്പോൾ അത് നിർബന്ധമായിട്ടും എല്ലാവരും ചെല്ലണം എന്നുള്ള രീതിയിൽ ഗ്രൂപ്പിലൊരു നോട്ടീസ് പോലെ അവരിട്ടു, നമ്മളെല്ലാവരും ചെല്ലണം. അപ്പൊ അത് ശരിക്കും പഠിക്കാൻ അവര് ക്ലാസ് എടുക്കാൻ കൂടി സമ്മതിക്കുന്നില്ല, പരീക്ഷയുടെ തലേദിവസം കൂടി പഠിക്കാൻ സമ്മതിക്കില്ല എന്നൊരവസ്ഥ ഭയങ്കര ഭീകരമാണ്. അപ്പൊ അതിനെതിരെ ഞാനൊരു വാട്സപ്പ് സ്റ്റാറ്റസ് എഴുതിയിട്ടു. എന്ത് കഷ്ടമാണ്, ഇവരുടെ ഈ ഒരു സംഘടനയുടെ പേര് മെൻഷൻ ചെയ്ത് തന്നെ. അപ്പോൾ ഈ പ്രശ്നം രൂക്ഷമാവാൻ, കൂടുതൽ പ്രശ്നങ്ങളാവാൻ, നിഖിലേക്ക് പ്രശ്നങ്ങൾ കൂടുതലാവാനുള്ള കാരണം ഈ ഫസ്റ്റ് സെമിസ്റ്റർ എക്സാമിൻ്റെ സമയത്ത് ക്ലാസ്സുകളൊന്നും നടത്തുന്നില്ല, സമരമാണ്. തലേന്ന് പോലും ഇരുന്ന് പഠിക്കാൻ ഇവർക്ക് പറ്റുന്നില്ല, എക്സാമിൻ്റെ തലേന്ന് പോലും പഠിക്കാൻ പറ്റുന്നില്ല. സമരത്തിന് വേണ്ടി ബോർഡും കാര്യങ്ങളെല്ലാം എഴുതി വരാൻ നിർബന്ധിക്കുകയാണ്. അത്രയും അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ അവർക്ക് പഠിക്കാൻ പോലും, എക്സാമിൻ്റെ തലേന്ന് പോലും ഇരുന്ന് പഠിക്കാൻ പറ്റാത്തൊരവസരം വന്നപ്പോൾ വളരെ അരോചകത്വമായിട്ട് അത് തോന്നി. അവരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ പറയുന്ന SFI പാർട്ടി അവർ ചെയ്യുന്ന ഈ ഒരു കാര്യം ശരിയല്ലല്ലോ, എന്താ ഇങ്ങനെ എന്നുള്ള രീതിയിൽ നമ്മൾ സാധാരണക്കാരെല്ലാം അങ്ങനെ പ്രതികരിക്കില്ലേ. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം വന്നാൽ നമ്മുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പുകളിലേക്ക് നമ്മൾ ഇടില്ലോ, അതുപോലെ ഈ നിഖിലി പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പം അത് ആരോ അവരുടെ തന്നെ ഇതിലുള്ള ആരോ കണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് ഈ പാർട്ടിയിലുള്ള ആളുകൾക്ക് അയച്ചു കൊടുക്കുകയും അതിനെ ചോദിക്കാനായിട്ട് അവർ പിന്നെ നിഖിലയെ വിളിപ്പിക്കുകയും അത് ചോദ്യം ചെയ്യുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, അവരുടെ രീതിയിൽ ഇപ്പം ഈ സിദ്ധാർത്ഥന് നേരിട്ട പോലെ ചില ചോദ്യം ചെയ്യലുകൾ ആ ഒരു രീതിയിൽ നേരിടേണ്ടി നിഖിലയ്ക്ക് വരികയും ചെയ്തു. ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് എഴുതിയിട്ടു. അതെങ്ങനെയോ എൻ്റെ ക്ലാസ്മേറ്റ്സ്, യൂണിറ്റിലുള്ള ക്ലാസ്മേറ്റ്സ് വഴി യൂണിറ്റ് മെമ്പേഴ്സ് അറിഞ്ഞു. അപ്പൊ അതിന്റെ സ്ക്രീൻഷോട്ടുകൾ ഉൾപ്പെടെ അവരുടെ കയ്യിലെത്തി. ഒരു പരീക്ഷ, അപ്പോൾ സെമസ്റ്റർ എക്സാം തുടങ്ങി. എക്സാമിന്റെ അന്ന് രാവിലെ തൊട്ട് ഞങ്ങൾക്ക് ഫോണിൽ കോള് വരുന്നു, എനിക്കും എൻ്റെ അടുത്ത ഫ്രണ്ട്സിനും മാറി മാറി ഫോണിൽ കോള് വരുന്നുണ്ടായിരുന്നു. അപ്പൊ ആരാന്നറിയില്ല. ഫോൺ എടുത്തപ്പോഴത്തേക്കും പറഞ്ഞു എത്രയും പെട്ടെന്ന് ഡിപ്പാർട്ട്മെന്റിൽ വരണം, ഞങ്ങള് യൂണിറ്റിൽ നിന്നാണെന്ന് പറഞ്ഞു. അപ്പോ ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ ചെന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ മാറ്റി, ഫ്രണ്ട്സിനെ പറഞ്ഞു പോവാൻ പറഞ്ഞു. അവരെ മാറ്റി നിർത്തിയിട്ട് എന്നെ മാത്രമായിട്ട് പിടിച്ചു നിർത്തി. ഒരു വിചാരണ തന്നെയായിരുന്നു. ശരിക്കും ഒരു 8-9 യൂണിറ്റ് മെമ്പേഴ്സ്, അവരുടെ നടുക്ക് ഞാൻ. അവര് നിന്ന് ഇതുപോലെ ആ സെന്റൻസ്, ആ വാട്സപ്പ് സ്റ്റാറ്റസിൽ എഴുതിയിരുന്ന ഓരോ സെന്റൻസും വായിച്ചിട്ട് എന്നോട് ചോദിച്ചു, നീ എന്തിനിങ്ങനെ എഴുതി, നീ ഏതെങ്കിലും സംഘടനയെ പ്രവർത്തിക്കുന്ന ആളാണോ, അതുപോലെ ഞങ്ങളോട് കളിക്കാൻ വന്നു കഴിഞ്ഞാൽ നീ അധികം കാലം ഇവിടെ നിൽക്കില്ല, ഇവിടെ പഠിക്കില്ല, നിന്നെ ബാക്കി വെക്കില്ല എന്നുള്ള ഭീഷണി തന്നെയായിരുന്നു. ആ ഒരു രീതിയിലുള്ള ഒരു വിചാരണയും ഭീഷണിയും ഞാൻ അന്ന് നേരിട്ടു. ആ ഒരു സംഘർഷത്തിലാണ് ഞാൻ എക്സാം എഴുതാനായിട്ട് ഉച്ചയ്ക്ക് പോകുന്നത്. എക്സാം എഴുതുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ ഉണ്ടായ ഒരു സംഭവമാണിത്. അരമണിക്കൂർ മുന്നേ ഇതുപോലെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു, ഞാൻ എക്സാം ഹാളിലേക്ക് പോകുന്നു.
അപ്പോൾ ഈ ഒരു സ്റ്റാറ്റസ് ഇഷ്യൂവിന് ശേഷം ഞാൻ അവരുടെ ഒരു നോട്ടപ്പുള്ളിയായിട്ട് മാറി. കാരണം സ്ഥിരം പിന്നെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, ഞാനത് വരാണ്ടിരിക്കുന്നുണ്ടോ എന്നൊക്കെ കൃത്യമായിട്ട് അവർ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ മുന്നോട്ടുള്ള എൻ്റെ പഠനം ഭയങ്കര ബുദ്ധിമുട്ടുള്ളതായി. പക്ഷെ എന്നിട്ടും നമുക്ക് അറിയാം ഈ സിനിമകളിലൊക്കെ കാണുന്ന പോലെ എന്താണ് ഇത്, ഈ ഒരു പാർട്ടി എന്താണ്, അവരെന്തൊക്കെ ചെയ്യുന്നുള്ളൊരു ഊഹം ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ പ്രതികരിക്കാനൊന്നും പോയില്ല. പ്രതികരിച്ചിട്ട് കാര്യമില്ല എന്ന് ടീച്ചേഴ്സ് ഉൾപ്പെടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്ത് പോകാം എന്നുള്ളൊരു, നമ്മുടെ പഠിത്തം മാത്രമായിട്ട് പോകാം എന്നുള്ളൊരു അവസ്ഥയിൽ മുന്നോട്ട് പോകുമായിരുന്നു. അപ്പൊ ഇതുപോലെ എനിക്ക് ഈ ഒരു ഇൻസിഡന്റ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതിന്റെ ഒരു കാര്യം, ഇതേപോലൊരു വാലന്റൈൻസ് ഡേക്കാണ് ആ പ്രശ്നം കുറച്ചും കൂടി രൂക്ഷമാകുന്നത്. അപ്പോ ഒരു വാലന്റൈൻസ് ഡേക്ക് അവരൊരു 5:30 മണി വരെ ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഡേ സ്കോളർ ആണ്, ഞാൻ 5:30 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ വീടെത്തുമ്പോൾ രാത്രിയാവും. അതെനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ ക്ലാസ് ടൈം കഴിഞ്ഞൊരു 3:30 ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ആ ഒരു ടൈം ആയപ്പോൾ തന്നെ ഞാൻ ഇറങ്ങി. ഞാനും എൻ്റെ ഡേ സ്കോളേഴ്സ് ആയിട്ടുള്ള 1-2 ഫ്രണ്ട്സും ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങി. അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഗേറ്റിൽ വെച്ചിട്ട് ഈ ചേട്ടന്മാർ, SFI ചേട്ടന്മാർ ഞങ്ങളെ തടഞ്ഞിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ 40,000 രൂപ എന്തോ കൊടുത്ത് ഓർഗനൈസ് ചെയ്ത ബാൻഡിന്റെ പ്രോഗ്രാമാണ്, നിങ്ങൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തേ പറ്റൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇല്ല, പോണം, വീട്ടിൽ പോണം എന്ന് പറഞ്ഞപ്പോൾ അടുത്ത ഡയലോഗ് അവരുടെ ഇങ്ങനെയായിരുന്നു, നിങ്ങളൊക്കെ എന്തിനാ പോകുന്നത് നമുക്കറിയാം, വീട്ടിൽ തന്നെയാണോ പോകുന്നത്, ഇങ്ങനെ ചോദിച്ച് നമ്മളെ ഭയങ്കരമായിട്ട് ഷെയിം ചെയ്യുന്ന രീതിയിലുള്ളൊരു സംസാരിച്ച് ഞങ്ങളെ വിട്ടു. അപ്പോൾ ഓക്കെ, ഇനി ഇവരോട് തർക്കിക്കണ്ട എന്ന് കരുതി തിരിച്ച് ഞങ്ങൾ അകത്തോട്ട് കയറാൻ പോകാൻ ഒരുങ്ങിയപ്പോൾ ഹോസ്റ്റലേഴ്സ് ആയിട്ടുള്ള 2 കുട്ടികളെ, ഇവരുടെ യൂണിറ്റ് മെമ്പേഴ്സ് ആയിട്ടുള്ള 2 കുട്ടികളെ ഇറക്കി വിടുന്ന കണ്ടു. അപ്പൊ ഇത് കണ്ടപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് ദേഷ്യം വന്നു. ഞാൻ ചെന്ന് ചോദിച്ചു, അവരെ വിടാമെങ്കിൽ ഡേ സ്കോളേഴ്സ് ആയിട്ടുള്ള ഞങ്ങളെ വിട്ടാൽ എന്താ എന്ന് പോയി ഞാൻ ഡയറക്റ്റ് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, ഫസ്റ്റ് ഇയർ ആണ്, അതിന്റെ കൂടുതൽ അഹങ്കാരമൊന്നും ഞങ്ങളോട് കാണിക്കാൻ വരണ്ട, ശരിയാക്കും എന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തി. അപ്പോൾ എന്നിട്ട് ഞാനത് കൂട്ടാക്കാണ്ട് ഞാൻ പുറത്തിറങ്ങാൻ ഒരുങ്ങി. ഞാൻ അവരെ തടഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് പുറത്തിറങ്ങാൻ ഒരുങ്ങിയപ്പോൾ എന്റെ ദേഹത്ത് പിടിച്ചു, എന്റെ ശരീരത്ത് പിടിച്ചിട്ട് തടഞ്ഞു അവര്. അപ്പൊ എനിക്ക് നല്ല മെന്റലി വിഷയം ഉണ്ടായ ഒരു കാര്യമായിരുന്നു. അപ്പൊ ഞാനത് പിറ്റേ ഡേ തന്നെ പ്രിൻസിപ്പലിനോട് കംപ്ലൈന്റ് ചെയ്തു. ഇത് ഇങ്ങനെ നേരിട്ട് പോയി എഴുതി, റിട്ടേൺ കംപ്ലൈന്റ് ആയിരുന്നില്ല, പക്ഷെ ഞാൻ പോയി പറഞ്ഞു, കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, പഠിക്കാൻ ആഗ്രഹിച്ച് വന്ന ഒരാളാണ് ഞാൻ, ഈ കോളേജിന്റെ ഒരു പ്രസ്റ്റീജും അത് നോക്കി വന്ന ഒരാളാണ്, അപ്പൊ എനിക്ക് ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും പ്രിൻസിപ്പൾ ഒരു 1/2 മണിക്കൂർ, ഞാനിത് കരഞ്ഞുകൊണ്ടാ പറയുന്നത്, ഒരു 1/2 മണിക്കൂർ ഞാൻ ഈ കാര്യം പുള്ളിയുടെ മുന്നിൽ നിന്ന് പറയുവാണ്. പക്ഷെ പുള്ളി ജസ്റ്റ് കേട്ടോണ്ട് നിന്നു. ഏറ്റവും അവസാനം ഞാൻ നോക്കാം എന്നൊരു റിപ്ലൈ മാത്രം തന്നു. ഞാൻ നോക്കാം എന്നൊരു റിപ്ലൈ തന്നിട്ട് പുള്ളി എന്നെ പറഞ്ഞു വിട്ടു. പക്ഷെ ഈ സംഭവത്തിന് ശേഷം എനിക്ക് തോന്നുന്നു പുള്ളിയോ പുള്ളിയുടെ ഓഫീസിലുള്ള ആരോ പിന്നെയും യൂണിറ്റ് മെമ്പേഴ്സിനെ അറിയിച്ചു. അതിനുശേഷം അവരെന്നെ വാച്ച് ചെയ്യുന്നത് കൂടി, അവരെന്നെ പലതരത്തിൽ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴിയും പിന്നെ അല്ലാണ്ട് കാണുമ്പോഴും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രോഗ്രാമിന് ചെല്ലുന്നില്ല എന്നുള്ള രീതിയിൽ വെച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് മെന്റലി അവിടെ നിൽക്കാനുള്ളത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് മാറി. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ എന്ത് ചെയ്യുന്ന അറിയില്ല. അപ്പോൾ എൻ്റെ ക്ലാസ്സിലെ കുറച്ച് കുട്ടികൾ, ഒരു 6-7 കുട്ടികൾ ഫസ്റ്റ് എൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം അവർക്കും പഠിക്കാൻ ഇവർ കാരണം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ എൻ്റെ ഒപ്പം സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എഡ്യൂക്കേഷൻ കമ്മിറ്റി അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ പോയി കംപ്ലൈന്റ് ചെയ്യാം എന്നുള്ളൊരു രീതിയിൽ ഞങ്ങൾ നിൽക്കുമായിരുന്നു. പക്ഷെ ഏറ്റവും അവസാനം ആയപ്പോഴേക്കും ആ കൂട്ടുകാരും കാലുമാറി. കാരണം അവര് പറഞ്ഞു അവരുടെ ജീവനാണ് വലുത്, എനിക്ക് നിന്റെ ഒപ്പം നിൽക്കാൻ പറ്റില്ല, എനിക്ക് ജീവനാ വലുത് എന്ന് പറഞ്ഞു. ലാസ്റ്റ് ഞാൻ ഒറ്റയ്ക്കായി. അവരുടെ കണ്ണിൽ ഞാൻ മാത്രമായി അവർക്കെതിരെ നിൽക്കുന്ന ഒരാൾ. പിന്നെ അതിനെ അവിടെ നിൽക്കുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാക്കി. എനിക്ക് പിന്നെ വേറെ വഴിയൊന്നുമില്ലായിരുന്നു. എനിക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം കോളേജ് മാറുക. എനിക്ക് ആഗ്രഹിച്ച് അഡ്മിഷൻ വാങ്ങിച്ച ഒരു കോളേജിൽ നിന്ന് മാറുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എന്നാലും ഞാനത് ശ്രമിച്ചു. പക്ഷേ ആ സമയത്തേക്കും അതിനുള്ള ആപ്ലിക്കേഷന്റെ ടൈം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിനി മാറാനും പറ്റില്ല. 3 വർഷം ഞാൻ ഈ ഒരു നരകയാതന അനുഭവിച്ച് അവിടെ കഴിയണം എന്നൊരവസ്ഥയായിരുന്നു. അതുകൊണ്ട്
ലാസ്റ്റ് എനിക്ക് വേറൊരു വഴിയില്ല. എനിക്ക് ആകെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്നെ പോലെ പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന ഒരാൾക്കും അവിടെ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാവരുത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇങ്ങനെ വാട്സപ്പിൽ ഇതുപോലെ സ്വന്തം അഭിപ്രായം എന്താണ് അവർ ഇങ്ങനെയൊക്കെ ചെയ്യണ എക്സാം പോലും എഴുതാൻ സമ്മതിക്കാത്ത രീതിയിൽ എന്നുള്ളൊരു അഭിപ്രായം ഒരു സ്റ്റാറ്റസ് ആയി ഇട്ടപ്പോൾ അതെടുത്ത് അവർ കണ്ടതിൻ്റെ ഷോട്ടൊക്കെ എടുത്ത് അവരെ വിചാരണ ചെയ്യാൻ, അങ്ങനെ തന്നെ പറയണം, അവിടെ തന്നെ പഠിക്കുന്ന SFI നേതാക്കന്മാർ സ്റ്റുഡൻസാണ് അവരും വിചാരണ ചെയ്യാൻ ഒരു സ്റ്റൈലിൽ വിളിപ്പിക്കുകയും വിചാരണ ചെയ്യും. നീ എന്താ വേറെ വല്ല പാർട്ടിയിലുണ്ടോ, അധികം നീ കളിച്ചു കഴിഞ്ഞാൽ നിന്നിവിടെ പഠിക്കാൻ സമ്മതിക്കില്ല, ഞങ്ങൾ പറയുന്നത് കേട്ടോളണം, പാർട്ടിയിൽ ചേർന്നോളണം, ഞങ്ങൾ പറയുമ്പോഴെല്ലാം ഈ പറയണ പരിപാടികൾക്കെല്ലാം വന്നോളണം എന്നൊക്കെയുള്ള രീതിയിൽ, അതായത് ഇതൊന്നും ഒരാളും അവരെ എതിർക്കില്ല, പ്രിൻസിപ്പളോ ടീച്ചേഴ്സോ ആരും ഒന്നും പറയില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി. ഈ നിഖിലയോട് ഇത്തരത്തിലുള്ള വിചാരണയും പല രീതിയിൽ മോശമായി സംസാരിക്കുകയും അല്ലെങ്കിൽ ഇനി ഇവിടെ നിന്നെ പഠിപ്പിക്കാൻ നിന്റെ പഠിപ്പ് ഇവിടെ അവർ വിചാരിച്ചാലേ നടക്കൂ, അവർ പറയണ പോലെ കേൾക്കണം എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായി. പിന്നെ ഇപ്പോൾ നമ്മുടെ സിദ്ധാർത്ഥനുണ്ടായ പോലെ വാലന്റൈൻസ് ഡേയുടെ അന്ന് തന്നെ അന്നും നിഖിലയ്ക്കും ഇതുപോലെ ഒരു പ്രോഗ്രാം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രോഗ്രാമിന് അവർ പാർട്ടി ബേസ് ചെയ്തുള്ള ഒരു പ്രോഗ്രാമാണ്. അവിടെ നിന്ന് നിഖിലയും കുറച്ച് വേറെ കുട്ടികളും കൂടി പോന്നപ്പോൾ അവർ SFI ആളുകൾ തടഞ്ഞു നിർത്തുകയും ഈ പരിപാടി 40,000-40,000 രൂപ ചിലവാക്കി നിങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുള്ളതാണ്, അതിന് കൂടിയിട്ട് പോയാൽ മതിയെന്ന് നിർബന്ധിക്കുകയും, അപ്പോൾ പറ്റില്ല എനിക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ അതിനെ നീയൊക്കെ എവിടേക്കാണ് പോണേന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് മോശമായ രീതിയിൽ പറയുകയും പോവാൻ സമ്മതിക്കാതെ ഈ പരിപാടി കൂടിയിട്ട് പോയാൽ മതി എന്ന് പറയുകയും ഭീഷണിപ്പെടുത്തുകയും അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് മാത്രമല്ല അവരുടെ ദേഹത്ത് കൈവയ്ക്ക പോലും ചെയ്തിട്ടുണ്ട്. അത് അവരെ സംബന്ധിച്ച്, നിഖിലയെ സംബന്ധിച്ച് ഭയങ്കര എന്താ പറയുക, മാനസികമായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും. നമ്മുടെ താല്പര്യമില്ലാതെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ നമ്മളെ തൊടുമ്പോഴും എങ്ങനെയായിരിക്കും, നമ്മളെ വിചാരിക്കാത്ത കാര്യങ്ങൾ, നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ നമ്മളൊരാൾ പറയുമ്പോൾ എങ്ങനെയായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഇവരെ പോലെ തന്നെ അവിടെ പഠിക്കാൻ വന്ന ആളുകൾ അത് പാർട്ടിയുടെ ഒരൊറ്റ ബലത്തിൽ ഈ രീതിയിലൊക്കെ പെരുമാറുമ്പോൾ അതാ മാനസികമായിട്ട് പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് വന്ന ആളാണ്. ഈ കോളേജ് അത്രയും യൂണിവേഴ്സിറ്റി ട്രിവാൻഡ്രം കോളേജ് എന്ന് പറഞ്ഞാൽ അത്രയും പ്രസ്റ്റീജ് ലെവലുള്ള കോളേജാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ച് ചേർന്നിട്ട് അവിടെ ആ ഒരു രീതിയിൽ പഠിക്കാനുള്ള ഒരു ആംബിയൻസ് മാത്രം ഇല്ലാതാവുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വിഷമം അവർക്ക് കാണും. അതാണ് അവർ പറയുന്നത്. പിന്നീട് അവർ അവിടുന്ന് കംപ്ലൈൻറ്റ് ചെയ്യും, പ്രിൻസിപ്പളിൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് ചെയ്യുമ്പോൾ അവർ റിട്ടേൺ കംപ്ലൈൻ്റ് ഒന്നല്ല, അല്ലാതെ കംപ്ലൈൻറ്റ് ചെയ്യും, എനിക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഇവിടെ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നോക്കട്ടെ എന്നൊക്കെ, അല്ലാതെ അവർ അപ്പം തന്നെ ആക്ഷൻ എടുക്കാമെന്നൊന്നും അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടാവുന്നില്ല. വെറുതെ ഒരു നോക്കാം എന്നുള്ള രീതി തന്നെ. അതിന് നിഖിലയ്ക്ക് ഏകദേശം മനസ്സിലായി, അവർക്ക് നോക്കുകുത്തികളുടെ പോലെ നോക്കി നിൽക്കുകയാണ് അവർ, അല്ലാതെ വേറെ ഒന്നും ചെയ്യുന്നില്ല എന്ന്. ഒടുക്കം ഈ സ്കൂളിൽ നിന്ന് എന്നാൽ മാറിപ്പോകാം എന്ന് നമ്മളെ കാത്ത് ഒരു ഫാമിലി ഉണ്ട്, അല്ലെങ്കിൽ പഠിക്കണം എന്ന് ആഗ്രഹമായിട്ടാണ്, അത് ബ്രേക്ക് ആവണ്ട എന്ന് അവിടുന്ന് കോളേജിൽ നിന്ന് മാറാം എന്ന് വിചാരിച്ച്, പക്ഷെ അതിന് ശ്രമിക്കുമ്പോൾ ഈ പറയുന്ന 3 കൊല്ലം അല്ലെങ്കിൽ ഈ നരകയാതന മൊത്തം അവിടെ അനുഭവിക്കേണ്ടി വരും ഇനി. അപ്പോൾ അത് വേണ്ട, ഇവരായിട്ടൊന്നും നിൽക്കണ്ട, നമ്മളായിട്ട് തന്നെ മാറാം എന്ന് ഒഴിഞ്ഞു മാറി പോകാമെന്ന് വിചാരിച്ചപ്പോൾ ആ ടൈമിൽ പിന്നെ ചേരണ ആ ഒരു സമയം, കോളേജിൽ ചേഞ്ച് ആവണ സമയം, അപ്ലിക്കേഷൻ എടുക്കുന്ന സമയങ്ങളൊക്കെ കഴിഞ്ഞുപോയി. അപ്പോൾ ആ ടൈമും അല്ല, അതുകൊണ്ട് അവർക്ക് വീണ്ടും അവിടെ തന്നെ പിന്നെയും കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. ഇപ്പം ഈ വാലന്റൈൻസ് ഡേക്ക് നമ്മുടെ സിദ്ധാർത്ഥിന് ഈ പറയുന്ന പെൺകുട്ടികളുടെ കൂടെ ഡാൻസ് കളിക്കുകയും പ്രണയദിനത്തിൽ ഒരു പെൺകുട്ടിയോട് എന്താ പറയുക അഭ്യർത്ഥന നടത്തി എന്നൊക്കെ ഇവർ പറയുന്നു. അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലും തിക്കും തിരക്കും കാര്യങ്ങളൊക്കെയാണെന്ന് ഒരു സൈഡുകാർ പറയുന്നുണ്ട്. എന്തായാലും ഈ പറയുന്ന കൊലപാതകം അങ്ങനെയല്ല, മറ്റൊരു ഇതുപോലത്തെ കാര്യങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല എന്ന് ഇപ്പോൾ അവിടെയുള്ള അത്രയും പേരുടെ മുന്നിൽ വെച്ചാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വേറെ കുറേ ആളുകളെ കൊണ്ട് അങ്ങനെയൊന്നും അല്ല ഉണ്ടായിക്കണേന്നൊക്കെ അവരെന്നെ പറയിപ്പിച്ചു തുടങ്ങി. പിന്നെ എന്താ പറയുക, ഏതൊരു പെൺകുട്ടിയുടെ പേരൊക്കെ പറഞ്ഞ് ഈ മരിച്ചുപോയ സിദ്ധാർത്ഥിൻ്റെ തലയിൽ എന്തൊക്കെയോ കെട്ടിവെച്ച് കേസ് വേറെ രീതിക്ക് വഴി തെറ്റിച്ച് വിടാനൊക്കെ ഉള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്.
പക്ഷെ ഈ പറയുന്ന നിഖില 2019 നിശബ്ദയായി ഇരുന്നത് ഇതുപോലെ ഭയന്നിട്ടാണ്. ഭയന്നിട്ട് അവർക്കെതിരെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ തുടർന്ന് തൻ്റെ ഒരു വിദ്യാഭ്യാസത്തെ ബാധിക്കണ്ട, അല്ലെങ്കിൽ തൻ്റെ ഫാമിലിക്ക് ഒന്നും ബാധിക്കാൻ അവിടെ തന്നെ പിന്നെയും തുടരേണ്ടി വന്നു. ഇനി ബാക്കി നിഖില പറയുന്നത് അധ്യാപകർക്ക് പറഞ്ഞു ഇവിടെ ഇങ്ങനെയാണ്, വർഷങ്ങളായി ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിവില്ല, ജസ്റ്റ് ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ട് കുട്ടി TC വാങ്ങി പോകൂ എന്നാ പറഞ്ഞത്. എൻ്റെ HOD പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരു കംപ്ലൈന്റ് കൊടുക്കുക, എന്നിട്ട് കുട്ടിക്ക് TC വാങ്ങി പോകുക. ഇവിടെ ഇങ്ങനെയാ, ഞങ്ങൾക്കൊന്നും പ്രതികരിക്കാൻ പറ്റില്ല, ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലിയെ എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ വണ്ടി ടയർ കുത്തിക്കീറും, ഇങ്ങനെയൊക്കെയാണ് ഇവിടെ കോമൺ ആയിട്ട് നടക്കുന്നത്, ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല എന്നാണ് HOD പറഞ്ഞ മറുപടി. കാരണം ഞങ്ങളുടെ +2 വരെയുള്ള ഞങ്ങളുടെ സ്കൂളിൽ രാഷ്ട്രീയമില്ല. പിന്നെ എൻ്റെ ഫാമിലി കമ്മ്യൂണിസ്റ്റ് ആണ്, എൻ്റെ ഫാമിലി എല്ലാവരും. ഈ നിഖിലയുടെ ഫാമിലി എല്ലാവരും കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് എതിർപ്പോ അല്ലെങ്കിൽ അവരോട് ദേഷ്യമൊന്നുമില്ല. അത് എനിക്കുമില്ല. കാരണം എൻ്റെ ഹസ്ബൻഡ് കമ്മ്യൂണിസ്റ്റാണ്. എൻ്റെ ഫാമിലിയിലെ പലവരും, എൻ്റെ സിസ്റ്ററുടെ ഫാമിലിയിലുള്ളവർ കമ്മ്യൂണിസ്റ്റാണ്. എൻ്റെ ഭർത്താവ് കമ്മ്യൂണിസ്റ്റാണെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആലോചിക്കാം. അവരുടെ ഇത്തരത്തിലുള്ള ക്യാമ്പസിലുള്ള ഈ അക്രമങ്ങൾ, ഈ മർദ്ദനങ്ങൾ, ഈ വെട്ടും കുത്തും, ഇങ്ങനത്തെ അതൊക്കെ അതിക്രൂരമാണ് അല്ലേ. ക്യാമ്പസിൽ പഠിക്കാനല്ല അവർ ചെല്ലേണ്ടത്. എത്ര ഫ്രണ്ട്ലി, എത്ര ഹാപ്പിയായി നല്ല രീതിയിൽ ഒരു ക്യാമ്പസിൽ ഒരു പാർട്ടി യൂണിയനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടു നടത്താൻ പറ്റും ഇല്ലേ, വളരെ ഹെൽത്തി ആയിട്ട്. ആർക്കെങ്കിലുമൊക്കെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു ഫീസ് അടയ്ക്കാൻ ഒരു സ്റ്റുഡൻറ്റിന് ഇല്ലെങ്കിൽ ഈ യൂണിയനുള്ള എല്ലാ സ്റ്റുഡൻസിൻ്റെയും അതൊക്കെ പിരിച്ചു കൊടുത്ത് അത്തരത്തിലെ യൂണിയനുകൾ ഏത് പാർട്ടിയുടെ ആണെങ്കിലും, ഇപ്പോൾ SFIയുടെ പറയണത്, ഇപ്പോൾ ഈ സിദ്ധാർത്ഥിൻ്റെ കേസ് ഇങ്ങനെ വന്നത് കൊണ്ട് അതിക്രൂരമായി ആ പറയുന്ന SFI യൂണിയൻ നേതാക്കളിലുള്ള ആളുകൾ ചെയ്തത് കൊണ്ടും, ഇതിനു മുന്നും ഒരുപാട്, ഇപ്പോൾ ഈ നിഖില കേസ് 2019 ഇങ്ങനെ ഒരുപാട് കേസുകൾ SFIയുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ വന്നിട്ടുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ ന്യൂസ് ചാനലുകളിൽ മുഴുവൻ SFIക്കാരുടെ പറയണത്. ഇപ്പം നല്ലതിനായിരിക്കണം യൂണിയനും കാര്യങ്ങളെല്ലാം, എല്ലാ ഭരണമാണെങ്കിലും യൂണിയൻ്റെ ഒരു രീതികളാണെങ്കിലും ഒക്കെ നല്ലതിനാണെങ്കിലും ഓക്കെ. നിഖില എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഫാമിലി കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. പക്ഷെ ഈ ഒരു അനുഭവം അവരെ അതിൽ നിന്ന് മാറ്റും, തീർച്ചയായിട്ടും മാറ്റും ഇല്ലേ. ആ ഒരു പാർട്ടീനെ ഇനി അവർക്ക് താല്പര്യം ഉണ്ടാവുമോ? ഇല്ല. കാരണം അവരുടെ മകൾക്ക് നേരിട്ട ഒരു അനുഭവമാണ്, അത് അവരെ മാറ്റിമറിക്കും ഇല്ലേ. അതുപോലെ അല്ലാതെ പേഴ്സണലി കമ്മ്യൂണിസ്റ്റുകാരോട് ആർക്കും ഒരു ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത്തരത്തിലുള്ള ചില അരാഷ്ട്രീയ പ്രവർത്തികളോടാണ് നമ്മുടെ എതിർപ്പ്. പ്രത്യേകിച്ച് ക്യാമ്പസുകളിൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മക്കള് എത്ര നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സന്തോഷിച്ച് അടിച്ചു പൊളിച്ച് കളർഫുള്ളായി എല്ലാവരും ഒരേപോലെ കഴിയുന്നവിടത്ത് ഈ രീതിയിലുള്ള വേർതിരിവുകൾ പാർട്ടിയുടെ പേരിൽ ഉണ്ടായി സ്വന്തം സഹോദരൻ, ഓൾ ഇന്ത്യൻസ് ആർ മൈ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് എന്ന് പറയുന്നത് കാണാതെ പാർട്ടിയുടെ കൊടിയുടെ കളറിൽ വ്യത്യസ്തരാക്കി മർദ്ദിക്കുകയും ഉപദ്രവിക്കുകയും ശത്രുവാക്കി നിർത്തുകയൊക്കെ ചെയ്യുന്നതിനോടാണ് എതിർപ്പ്. ബാക്കിയാക്കാം. എനിക്ക് ഈ ഒരു ഇൻസിഡന്റ് ഭയങ്കര റിലേറ്റീവായി തോന്നി. ഈ ഒരു ന്യൂസ് ആദ്യം കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ആ ഒരു ടൈം തന്നെയാണ് ഞാൻ ഓർത്തത്. ഞാൻ ഓർക്കുമായിരുന്നു, ഈ പറഞ്ഞ പോലെ 130 പേര് കണ്ടു നിന്നു അത്രേ. ഈ 130 പേര് പഠിച്ചിട്ട് നാളെ എന്ത് ഉപയോഗമാണ് സമൂഹത്തിലുള്ളത്? അതിൽ ഒരാൾക്ക് ഈ 18 പേരെ ചോദ്യം ചെയ്യാൻ അതില് ഒരു 18 പേര്, ഒരു 30 പേർക്കോ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ 130 പേര് പഠിച്ചിട്ട് എന്ത് ഉപയോഗമാണ് സൊസൈറ്റിക്ക് ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സാധാരണ ഇപ്പോ നമ്മൾ പഠിക്കുന്നവരെ, അതായത് ഇപ്പൊ ടീച്ചേഴ്സ് ആയാലും ഒരു സോഷ്യൽ ഇഷ്യൂ ഉണ്ടായാൽ പ്രതികരിക്കരുത് എന്നുള്ള രീതിയിലാണ് പല സ്ഥലങ്ങളിലും. ഇപ്പൊ എനിക്കും അറിയാം, എൻ്റെ യൂണിവേഴ്സിറ്റീസിലായാലും എല്ലായിടത്തും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ പ്രതികരിക്കരുത്, ഇതിലോട്ടൊന്നും പോയി ചാടരുത്. എൻ്റെ യൂണിവേഴ്സിറ്റീസിലായാലും എല്ലായിടത്തും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ പ്രതികരിക്കരുത്, ഇതിലോട്ടൊന്നും പോയി ചാടരുത് എന്നാണ് പറയുന്നത്. പക്ഷെ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ കൊണ്ട് നമുക്കൊരു ഇഷ്യൂവിന് പ്രതികരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഈ തെറ്റുകൾ കാണുമ്പോൾ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ പഠിക്കുന്നത് കൊണ്ട് ഒരു ഉപയോഗമില്ല. ഈ 130 പേരും പഠിച്ചിറങ്ങിയിട്ട് ഒരു ഉപയോഗം ഉണ്ടാകാൻ പോകുന്നില്ല. അട്ടർ വേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഈ ഒരു എങ്ങനെ കണ്ടു നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് സ്റ്റിൽ അത്ഭുതമാണ്. ഇപ്പൊ ഞാനൊരു പെൺകുട്ടിയാണ്, ഞാനാണ് ആ സ്ഥാനത്തെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇറങ്ങി ചോദിച്ചനെ എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എങ്ങനെ കണ്ടു നിന്നു എന്നുള്ളത് എനിക്ക് ശരിക്കും ഇപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യമാണ്. സിദ്ധാർത്ഥിനെ ഒരു പെണ്ണ് കേസ് കൊടുക്കാൻ ശ്രമിക്കുന്ന പോലെ അന്ന് ഈ ഒരു ഇഷ്യൂ ഉണ്ടായതിനു ശേഷം അവര് മാക്സിമം എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ ഈ കുട്ടിക്ക് മാനസിക പ്രശ്നം ഉള്ളതാണ്,
അതിന്റെ പേര് ചെയ്തതാണ്, പ്രണയനൈരാശ്യമാണ്, ഇങ്ങനെ രീതിയിൽ വരുത്തി തീർക്കാൻ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ കത്ത് പുറത്തു വന്നതുകൊണ്ട് മാത്രമാണ് കുറച്ചെങ്കിലും സൊസൈറ്റി കാര്യങ്ങൾ അറിയുന്നത്. പിന്നെ ആ കുത്തുകേസ് വന്നതിന് ശേഷം അതുവരെ ഇവര് കാര്യമായിട്ട് ഇപ്പോൾ എനിക്കൊരു മെന്റൽ ഇഷ്യൂ ആണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ പല തരത്തിൽ അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ക്ലാസ്മേറ്റ്സിനെ കൊണ്ട് മൊഴി കൊടുപ്പിച്ച് ആ രീതിയിൽ അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥിനെ ഇപ്പോ ഒരു പെണ്ണ് കേസിൽ അവന്റെ മേല് ചാരി കേസ് വേറൊരു രീതിയിൽ വഴി തിരിച്ചു വിടാൻ ഇപ്പൊ ശ്രമിക്കുന്നത് പോലെ അന്ന് 2019 ഈ SFIയുടെ ആളുകള് ഈ നിഖിലയ്ക്കെതിരെ അവളൊരു ഇവർക്കെതിരെ ഇവൾ സംസാരിക്കാൻ തുടങ്ങി, എതിർക്കാൻ തുടങ്ങി എന്ന് കണ്ടപ്പോൾ ഇവളൊരു മാനസിക രോഗിയാണെന്ന് ആ ക്യാമ്പസ് മുഴുവൻ പരത്തുകയും ആ രീതിയിലേക്ക് ആക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും അന്നും അവർ ചെയ്തിരുന്നു. അതായത് അവർക്ക് എന്തും ചെയ്യാം എന്നുള്ളൊരു രീതിയിൽ, ഇല്ലാത്തത് ഉണ്ടെന്ന് വരുത്തി തീർക്കുക, ഉള്ളത് ഇല്ല എന്ന് വരുത്തി തീർക്കുക, അങ്ങനെയൊക്കെ. അത് അന്നും 2019 ഈ നിഖില അന്ന് നേരിട്ടുണ്ട്. ഇതാ ഇപ്പോൾ നമ്മുടെ സിദ്ധാർത്ഥിന് 2024 ഇപ്പോൾ കേസ് വേറൊരു രീതിയിലേക്കൊക്കെ എത്തിച്ച് പോകുന്നുണ്ട്. അതിനെ പറ്റിയാണ് ഇപ്പോൾ നിഖില പറയുന്നത്. ഈ സിദ്ധാർത്ഥിൻ്റെ ഈ കാര്യം വന്നപ്പോഴാണ് തനിക്കുണ്ടായ അനുഭവങ്ങൾ പുറത്ത് പറയാം. കാരണം മീഡിയാസ് ഇത്രയും ഏറ്റെടുത്ത് ഈ ന്യൂസ് SFI യൂണിയനെതിരെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഇനിയൊരു സ്റ്റുഡൻറ്റിന് ഇങ്ങനെ ഉണ്ടാവരുത് എന്നാഗ്രഹിച്ചിട്ട് അതുകൊണ്ട് ഇതിങ്ങനെ പറയണം. ഈ 130 പേര് നോക്കി നിൽക്കെ ഈ സിദ്ധാർത്ഥനെ ഇതുപോലെ മർദ്ദിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഇവരൊക്കെ പഠിച്ച് നാളെ ഇറങ്ങിപ്പോയി എന്ത് ചെയ്യാനാണെന്ന് നിഖില ചോദിക്കണ പോലെ നമ്മൾ ഓരോരുത്തരും ചോദിക്കുന്നുണ്ടാവും. ഒരാൾ പോലും പ്രതികരിച്ചില്ലല്ലോ. ഭയന്നിട്ടാണ്. എന്തുകൊണ്ടാണ് ഇവരെ ഭയക്കുന്നത്? ഈ പറയുന്നവരെ ഭയക്കുന്നത് എന്തിനാണ്? അവരുടെ പാർട്ടിയുടെ അവരുടെ ആ ഒരു ബലം, ആ കോളേജ് ക്യാമ്പസിൽ അവർക്കുള്ള ആ ഒരു സ്ട്രെങ്ത് ഉണ്ടല്ലോ, അതിനെ ഭയന്നിട്ട് തങ്ങൾക്ക് അവിടെ പഠിക്കണം, തങ്ങൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കാം, ഇതിലൊന്നും ഇടപെടാതെ ഇരിക്കാം, നാളെ വേറെ ആർക്ക് എന്ത് സംഭവിച്ചാലും ഇതുപോലെ ഇടപെടാതെ തന്നെ ഇരിക്കണം. ഒരു പക്ഷെ നിങ്ങളോ ഞാനോ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, നമ്മുടെ ആരെങ്കിലുമാണ് ഇതുപോലെ സിദ്ധാർത്ഥിന്റെ സ്ഥാനത്ത് ഉപദ്രവിച്ചിരുന്നെങ്കിൽ നമ്മൾ കയറി ഇടപെടും ഇല്ലേ? ഈ 130 ഒരാൾ പോലും അത് ചെയ്തില്ല എന്നുള്ളതിലെ ഖേദം നമ്മളെല്ലാവരെ പോലെ നിഖിലയ്ക്കുണ്ട്. അതെ, ഒരു വിധത്തിലുള്ള സപ്പോർട്ടും എന്റെ ടീച്ചേഴ്സ് തന്നിട്ടുണ്ട്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇവരെല്ലാം CPM-ന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇവരുടെ ഈ ഇടതുപക്ഷ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ രാഷ്ട്രീയം സ്വീകരിക്കുന്നവരാണ് ആയിരിക്കും, അല്ലെ? അതെ, അതുകൊണ്ടായിരിക്കും. അതല്ലാണ്ട് ഇത്രയും ഭയക്കേണ്ട കാര്യം എന്താ? ഈ പറയുന്ന പോലെ ഈ സ്റ്റുഡൻസിനേക്കാളും പവറുള്ള ഒരാളല്ലേ ഒരു പ്രിൻസിപ്പാളോ ടീച്ചറോ. അവർക്ക് പറയാൻ കഴിവില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ ഒരു പൊസിഷൻ, അല്ലെങ്കിൽ അങ്ങനെ പഠിപ്പിക്കാൻ അതിനൊരു ലൈക്ക് നമ്മുടെ ഒരു കൾച്ചറിൽ എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സിനെ ഒരു ഡിവൈൻ ആയിട്ട് കരുതുന്ന ഒരു കൾച്ചറാണ് നമ്മുടെ. അപ്പോൾ അങ്ങനെയുള്ള ടീച്ചേഴ്സിന് മുന്നിലിട്ട് ഒരു കുട്ടിയെ ആക്രമിക്കുമ്പോൾ അവർക്കൊന്നും പറയാനില്ല. അവരത് കണ്ടു നിന്ന് ഇപ്പോഴും ആ ഒരു കുറ്റത്തെ തേച്ചു മാച്ച് കളയാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് അത്രയും മോശമായിട്ടുള്ള കാര്യമാണ്. ആരെയാണ് ഇവര് ഭയക്കുന്നത്? എനിക്കറിയില്ല. എത്രയും മോശമായിട്ടുള്ള സെയിം എനിക്ക് ഇതേ ഇൻസിഡന്റ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം എന്റെ പ്രിൻസിപ്പളോ അല്ലെങ്കിൽ അവരാരെങ്കിലും ഒരു വാക്ക് എന്തെങ്കിലും പറയാൻ ഒരു ആക്ഷൻ എടുക്കാൻ തയ്യാറായിരുന്നെങ്കിൽ ഞാൻ ഇന്നും അവിടെ പഠിച്ച് നന്നായി ഇറങ്ങുമായിരുന്നു. പക്ഷെ അവരൊക്കെ പേടിയാണ്. അവര് അത്രയും പേടിക്കുന്നു. ഈവൻ ഒരു സാധാരണ ഒരു കുട്ടിക്ക് ഒരു സംരക്ഷണം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് ടീച്ചേഴ്സ് ആണല്ലേ ഒരു സ്ഥാപനത്തിന്റെ ഹെഡായിട്ടൊക്കെ എന്തിനായിരിക്കുന്നേ? ഞങ്ങളൊരു ഇപ്പോ ഒരു അന്ധമായിട്ട് ഈ ഒരു സംഘടനയെ വിശ്വസിക്കുന്നവരൊഴിച്ച് ഒരുപാട് പേരും ഈ ഒരു പ്രശ്നം നേരിടുന്നവരുണ്ട്. അതായത് ഇപ്പോൾ ഒരു ഫ്രീ ടൈമിൽ ഞങ്ങൾക്കൊന്ന് ലൈബ്രറിയിൽ പുറത്ത് യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ പോകണമെങ്കിൽ ഞങ്ങൾ ഇവരുടെ അനുവാദം ചോദിക്കണം. സീനിയർ യൂണിറ്റ് മെമ്പേഴ്സിന്റെ അനുവാദം ചോദിക്കണം. ഇപ്പോൾ ക്ലാസ് ഇല്ല, ഉച്ചയ്ക്ക് ക്ലാസ് കഴിഞ്ഞു ഞങ്ങൾക്ക് വീട്ടിൽ പോകണമെങ്കിൽ ഇവരുടെ അനുവാദം ചോദിക്കണം. ഒരു കുട്ടി, എനിക്കിപ്പോഴും ഓർമ്മയുള്ളൊരു ഇൻസിഡന്റ് ഉണ്ട്. ക്ലാസ്സിൽ ഒരു കുട്ടി പുറത്തിറങ്ങി നിന്നപ്പോൾ അവളുടെ മോശമായിട്ട് വന്ന് സംസാരിച്ച് അവളുടെ അച്ഛനെ വരെ തെറി പറയുന്ന ഒരു സംഭവം ഉണ്ടായി. പക്ഷെ ഈ എന്ത് രസകരമായിട്ടുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കുട്ടികളെ എല്ലാം കൊണ്ട് ലാസ്റ്റ് ഈ മൊഴി കൊടുക്കുന്ന ഒരു അവസരം വന്നപ്പോൾ ഇവരെ കൊണ്ട് എല്ലാം അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഇല്ല എന്ന് മൊഴി കൊടുപ്പിച്ചു. ആകെ ഈ ഒരു സംഭവങ്ങളെല്ലാം പുറത്തു വരുന്നത് ഈ അഖിൽ എന്ന് പറയുന്ന ഒരു SFIയിലുള്ള ഒരാളിനെ തന്നെ ഈ SFIക്കാർ കുത്തിയ സമയത്ത് മാത്രമാണ് കുട്ടികൾ പ്രതികരിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് അതുവരെ ഞാൻ പറയുന്നത് സത്യമാണെന്ന് പറയാൻ ഒരാൾ പോലും ആ ക്യാമ്പസിൽ ആർക്കും ധൈര്യമില്ലായിരുന്നു.
അതെ, അവിടുത്തെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഈ യൂണിയൻ, ഈ SFI സംഘടനയുടെ യൂണിയൻ ആളുകളാണ്. ഈ കുട്ടികൾക്ക്, സ്റ്റുഡൻസിന് ഒരു ലൈബ്രറിയിൽ പുറത്ത് പോകണമെങ്കിൽ ടീച്ചേഴ്സിനോടോ പ്രിൻസിപ്പലിനോടോ ഒക്കെ അനുവാദം ചോദിച്ചിട്ടാണ് സാധാരണ നമ്മളെല്ലാവരും പോവുക. പക്ഷേ ഇവിടെ നിഖില പഠിച്ചു കൊടുത്തും ഇപ്പം ഈ പറയുന്ന സ്ഥലങ്ങളിലും അനുവാദം ചോദിക്കുന്നത് ഈ SFI നേതാക്കന്മാരോടാണ്. ചോദിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. ഒരു സ്റ്റാഫ് വന്നില്ല, ഇന്ന് വീട്ടിലേ പോവാം എന്ന് കരുതി കഴിഞ്ഞാൽ നമ്മളൊക്കെ ടീച്ചേഴ്സ് ആയിരിക്കും പൊക്കോ ക്ലാസ്സിലേ പൊക്കോളൂ എന്നൊക്കെ പറയാം. പക്ഷെ ഇവിടെ ഈ യൂണിയൻ നേതാക്കന്മാരോട് ചോദിച്ചാലാണ് പോകാൻ പറ്റുള്ളൂ. ഒരു കുട്ടിക്ക് ഇതുപോലെ വേറൊരു കുട്ടിക്ക്, ഇവരുടെ ഫ്രണ്ടിന് ഒരു പെൺകുട്ടിക്ക് ഇതുപോലെ വീട്ടിൽ പോണ കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവളെ വളരെയധികം അപമാനിക്കുകയും അവളുടെ വീട്ടിലിരിക്കുന്ന അച്ഛനെ തെറി പറയുകയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ ടീച്ചേഴ്സ് എന്തിനാണ് ശരിക്കും ഭയക്കുന്നത്? ഈ സ്കൂളിൻ്റെ ഓൾ ഇൻ ഓൾ ആയ പ്രിൻസിപ്പിൾ ഭയക്കണം. അവരൊക്കെ എന്തിനാണ് ഈ ഭയക്കുന്നത്? അവർക്ക് പോലും ഇത്രയും ഭയമാണെങ്കിൽ അവർ ഈ ഭയക്കുന്നത് ആക്ച്വലി ഈ പറയുന്ന യൂണിയൻ നേതാക്കളെയല്ല, അവരുടെ ആ പാർട്ടിയുടെ ബേസിൽ അവരെ പിന്താങ്ങുന്ന ആരൊക്കെയോ ആണ്. അതുകൊണ്ടാണല്ലോ നമ്മളൊരു സ്കൂളിൽ എന്തെങ്കിലും ഉണ്ടായ ഒരു കുട്ടി ഓടി പോയിട്ട് ഒരു ടീച്ചറോട് ഒരു കാര്യം, ഒരു സങ്കടവും പറഞ്ഞാൽ ആ ടീച്ചറാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരിക. വിഷമിക്കണ്ട കേട്ടോ, ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ടീച്ചറുടെ കയ്യിൽ നിന്ന് അടുത്ത പ്രിൻസിപ്പളിനെ കൈമാറി കൊടുക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ പ്രിൻസിപ്പളായിട്ട് ചർച്ച ചെയ്യും. നമുക്കൊരു വിഷമം ഉണ്ടാവില്ല. നമ്മളെ വിശ്വസിച്ച് ഏറ്റവും അധികം സമയം പഠിക്കുന്ന സ്റ്റുഡൻസ് സ്കൂളുകളിൽ, കോളേജുകളിലാണ്. ടൈം വീട്ടിലേക്കാളും കൂടുതൽ അവരാണ് നമ്മുടെ മെയിൻ ആദ്യത്തെ പാരൻസ് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ സമയം നമ്മളെ കെയർ ചെയ്യണത് പഠിക്കണവർക്ക് സ്കൂളുകളിലോ ക്യാമ്പസുകളിലൊക്കെയാണ്. അപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റി ആ ടീച്ചേഴ്സിനും പ്രിൻസിപ്പളിനും കൊടുക്കാൻ പറ്റുന്നില്ല. മറ്റൊരുപാട് പേരെ ഭയന്നിട്ട് അവരും തന്നെ ഇരിക്കാന്ന് പറഞ്ഞാൽ എന്തൊരു മോശമാണല്ലേ. ആത്മഹത്യാക്കുറിപ്പിൽ ഞാൻ ഇട്ട സ്റ്റാറ്റസ് അയച്ചു കൊടുത്ത എൻ്റെ ക്ലാസ്സിലെ കുറച്ച് പേരുടെ 2 കുട്ടികളുടെ പേര്, പിന്നെ എനിക്ക് ബാക്കിയുള്ളവരുടെ പേരറിയില്ല. കാരണം ഇവിടെ യൂണിറ്റ് മെമ്പേഴ്സ് ഒരുപാട് പേരുണ്ട്, എനിക്ക് പേരൊന്നും അവരുടെ അറിയില്ല. അപ്പോൾ ജസ്റ്റ് ഈ 2 പേരുടെ പേര്, പിന്നെ ബാക്കി SFI യൂണിറ്റ് മെമ്പേഴ്സ്, ഇത്ര മാത്രം വെച്ചാണ് ഞാൻ എഴുതിയിരുന്നത്. അപ്പൊ ഫസ്റ്റ് ഞാൻ മൊഴി കൊടുക്കുമ്പോൾ അവർക്കെതിരെ കംപ്ലൈന്റ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് കൊടുത്തത്. പക്ഷെ പിന്നെ എനിക്ക് ആലോചിച്ചപ്പോൾ തോന്നി, കാരണം ഈ പേര് ഞാൻ എഴുതിയിരുന്നത് 2 പെൺകുട്ടികളാണ്, അവർക്ക് മുന്നിലൊരു ഭാവിയുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടായി. പിന്നെ അതുപോലെ മുന്നോട്ട് എങ്ങനെ ഒരു കേസുമായി പോയി കഴിഞ്ഞാൽ ഞാൻ വളരെ അംബീഷ്യസ് ആയിട്ടുള്ള, പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എനിക്ക് മുന്നോട്ട് ഒരുപാട് പഠിക്കാനുണ്ട്. ഒരു കേസിന്റെ പിറകെ നടന്നു കഴിഞ്ഞാൽ അതെന്നെ ഭയങ്കരമായി അഫക്റ്റ് ചെയ്യും എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് കേസ് പിൻവലിക്കാൻ വേണ്ടി സമ്മർദ്ദത്തിലായി. അതുകൊണ്ട് കേസ് പിൻവലിക്കേണ്ടി വന്നു. കേസ് പിൻവലിച്ചില്ലെങ്കിൽ ഊഹിക്കാമല്ലോ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുന്ന ഒരു സൈഡ് എഫക്ട്. നമുക്കൊരു ഫാമിലി ഉണ്ട്, മുന്നോട്ട് ജീവിക്കണം. വെറുതെ വിടും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കില്ല. ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം, ആ 18 വയസ്സിൽ അന്ന് ജീവിക്കണം, ഇനിയും മുന്നോട്ട് ജീവിക്കണം, പഠിക്കണം, ഇവരുടെ എല്ലാം മുന്നിൽ പഠിച്ച് നല്ലൊരു നിലയിൽ എത്തണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ പിന്നെ ഒരു കേസിനും കാര്യത്തിനും പോവാൻ തയ്യാറായില്ല. ഞാനിപ്പോ 2023 ഞാൻ എൻ്റെ MSc കെമിസ്ട്രി ഞാൻ പാസ് ഔട്ടായി. 4ാം റാങ്കോടുകൂടി ഞാൻ പാസ് ഔട്ടായി. ഞാനിപ്പോ നാഷണൽ കെമിക്കൽ ലബോറട്ടറി പൂനെ, CSIR-ന്റെ ഒരു ഇന്ത്യയിലെ ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അവിടെ ഞാനിപ്പോ റിസർച്ച് അസിസ്റ്റന്റ് ആയിട്ട് ഞാൻ ഒരാഴ്ച മുന്നേ ജോയിൻ ആയി. അപ്പോൾ അന്ന് ഈ ഒരു ഇഷ്യൂ നടക്കുന്ന ടൈമില് ഞാൻ പറഞ്ഞു, പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് അങ്ങനെ ഒരു കടുംകൈ ചെയ്യേണ്ടി വന്നതെന്ന് പറഞ്ഞപ്പോൾ ആ പോസ്റ്റുകളുടെ അടിയിൽ ഈ പറയുന്ന അടിമകളായിട്ടുള്ള ആൾക്കാർ വന്ന് കമന്റ് ചെയ്തത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ധൈര്യം ഉണ്ടെങ്കിൽ അങ്ങനെ യൂണിവേഴ്സിറ്റി കോളേജിലെ പിള്ളേരെക്കാളും നീ 1 മാർക്കെങ്കിലും കൂടുതൽ വാങ്ങി കാണിച്ചതാ എന്നുള്ളൊരു കമന്റ് ഞാൻ അന്ന് ഓർക്കുന്നുണ്ട്. ശരിക്കും അതെനിക്കൊരു ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. അന്ന് കൂടെ പഠിച്ച 55 പേരെക്കാളും കൂടുതൽ മാർക്ക് വാങ്ങിയാണ് ഞാൻ BSc-ക്ക് ഇറങ്ങിയത്. BSc പാസ് ഔട്ട് ആയത്. അതിന്റെ കൂടെ തന്നെ ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ നടത്തുന്ന എക്സാം ആയിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻസ് ആയിട്ടുള്ള ഗേറ്റ്, ജാം പോലുള്ള എക്സാംസ് ഞാൻ ക്വാളിഫൈ ആയി. ഇപ്പോൾ അവർക്കെല്ലാം മുന്നേ തന്നെ കൂടെ പഠിച്ചിരുന്ന ആ ക്ലാസ്മേറ്റ്സിനെല്ലാം മുന്നേ തന്നെ ഞാൻ ഇപ്പോൾ ഒരു ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ ജോയിനും ആയി. എനിക്ക് പറയാനുള്ള ഈ ഒരു കാര്യമേ ഉള്ളൂ. കാരണം അന്ന് പഠിക്കാൻ വേണ്ടി ഒരാൾ ആത്മഹത്യ ചെയ്യുമെന്ന് ചോദിച്ച് ട്രോൾ ചെയ്തും അല്ലെങ്കിൽ മാനസിക രോഗിയാക്കാൻ ശ്രമിച്ചവരുമായിട്ടുള്ള ആളുകളോട് എനിക്കിന്ന് പറയാനുള്ള ഒരു മറുപടി ഇത്ര മാത്രമാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന നില എന്താണ്, അല്ലെങ്കിൽ എവിടെയാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഉത്തരം. ഇതിനോടൊപ്പം, ഈ ആത്മഹത്യ കുറിപ്പിനോടൊപ്പം SFIയുടെ മറ്റ്
പ്രവർത്തികളെ കുറിച്ചും കൂടി നിഖില ആരോപിച്ചിട്ടുണ്ടായിരുന്നതാണ്. അതായത് ഈ എക്സാമുകളിൽ അനർഹരായ ആളുകൾ വന്നിട്ട് മറ്റുള്ള ആളുകളെ കൊണ്ട് എക്സാം എഴുതിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിഖില സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസൊക്കെ ഒരു സമയത്ത് നിഖിലയുടെ മൊഴിയൊക്കെ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അല്ലെ? അതെന്തായിരുന്നു, അതിനെ പറ്റി ഒന്ന് പറയാമോ? അതെ അതെ, അത് ഞങ്ങളുടെ ഇപ്പൊ ക്ലാസ്സിലായാലും ഈ യൂണിറ്റിലൊക്കെ ഉള്ള കുട്ടികൾ ഇപ്പൊ കോപ്പി അടിക്കും. അതായത് ഫോൺ നോക്കിയൊക്കെ പരീക്ഷ എഴുതും. പക്ഷെ ടീച്ചേഴ്സ് അത് കണ്ടിട്ട് മിണ്ടാതെ നിൽക്കും. അതായത് അവർ കണ്ടു കഴിഞ്ഞാലും അവരതിനെ മിണ്ടാതെ നിൽക്കും. പിന്നെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. വേറെ കുട്ടികളൊക്കെ ഇപ്പോൾ ഇവരുടെ യൂണിറ്റ് മെമ്പേഴ്സ് ആണെങ്കിൽ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ വരും, അത് കഴിഞ്ഞ് പുറത്തുനിന്ന് ആരെങ്കിലും ആൻസർ എഴുതി ഇവർക്ക് കൊണ്ട് കൈമാറും. അപ്പോൾ ഇവര് അത് നോക്കി എഴുതുന്നു, അല്ലെങ്കിൽ ആ ആൻസർ ഷീറ്റ് വെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ടീച്ചേഴ്സ് മിണ്ടില്ല, കണ്ടു നിന്ന് കഴിഞ്ഞാൽ അവരൊന്നും പറയില്ല. ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കോപ്പി അടിക്ക് ഭയങ്കരമായിട്ട് അവർ സപ്പോർട്ടായിരുന്നു. കാരണം എന്റെ ക്ലാസ്സിൽ തന്നെ എനിക്കറിയാം ഫോൺ നോക്കി എഴുതുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അത് മിക്കവാറും യൂണിറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത ആൾക്കാർ തന്നെയായിരുന്നു. അപ്പോൾ കേസ് പിൻവലിക്കാൻ നിർബന്ധിതയായിട്ട് കൊടുത്ത കേസ് പിൻവലിക്കേണ്ടി വന്നു. അവിടെ ഈ നിഖില പറഞ്ഞിരുന്ന കാര്യങ്ങൾ പുറത്ത് കൂടെ നിന്ന് പറയാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അനുഭവങ്ങൾ നേരിട്ടവർ പറഞ്ഞവരെ പോലും അവർ തിരിച്ച് മാറ്റി പറയിപ്പിച്ചു. അഖിൽ എന്ന് പറയുന്നൊരു പയ്യനെ കത്തിക്ക് കുത്തിയ കേസ് വന്നപ്പോഴാണ് ഇവള് പറയുന്നതുമായി ബന്ധപ്പെട്ട് മറ്റ് സ്റ്റുഡൻസ് രംഗത്ത് വരികയും ഈ കേസ് പുറത്ത് അങ്ങനെ വരികയും ചെയ്തത്. അവിടുന്ന് പിന്നീട് കേസ് പിൻവലിക്കേണ്ടി വന്നത്, അവർക്കെതിരെയുള്ള കേസ് പിൻവലിക്കേണ്ടി വന്നു. തുടർന്ന് തൻ്റെ വിദ്യാഭ്യാസത്തിനെ അത് ബാധിക്കരുത്, അല്ലെങ്കിൽ തൻ്റെ തുടർന്നുള്ള ജീവിതത്തെ ബാധിക്കരുതെന്ന് വിചാരിച്ച് കേസ് പിൻവലിക്കാൻ നിർബന്ധിതയായി. അന്ന് അത് ചെയ്തപ്പോൾ വിഷമം ഉണ്ടായിരുന്നു. അവിടെ തന്നെ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആഗ്രഹിച്ച് മേടിച്ച കോളേജാണ്. പക്ഷെ പിന്നീട് ഇന്ന് അവരെത്തി നിൽക്കുന്ന, നിഖില എത്തി നിൽക്കുന്ന ഒരു സ്റ്റാറ്റസ് വെച്ചിട്ട് പഠിപ്പ് MSc കെമിസ്ട്രി 4th റാങ്കോട് കൂടി പാസ് ഔട്ടായി. ഇന്ന് നല്ലൊരു പൊസിഷനിൽ വർക്ക് ചെയ്യണു. അപ്പോൾ അന്നത് അവിടെ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഇന്ന് അവർക്ക് ആ നിലയിലെത്തി. അന്ന് ആത്മഹത്യാ ശ്രമം SFI കാരുടെ ആക്രമണങ്ങൾക്കെതിരെ ചെയ്തതിനെ തുടർന്ന് ഒരുപാട് ട്രോളുകളൊക്കെ അവർക്ക് വന്നായിരുന്നു. അവിടെ പഠിക്കുന്ന കുട്ടികളെക്കാൾ 1 മാർക്കെങ്കിലും മേടിച്ച് കാണിക്കി, പഠിക്കാൻ വേണ്ടി ആത്മഹത്യ ചെയ്യാൻ നോക്കൂ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് കളിയാക്കിയിരുന്നു. അവർക്ക് എല്ലാത്തിനും ഉത്തരമാണ് ഇന്ന് നിഖില നിൽക്കുന്ന ഈ ഒരു പൊസിഷൻ. പിന്നെ അവിടെ യൂണിവേഴ്സിറ്റി കോളേജിൽ അവർ നിഖിലയ്ക്ക് നേരിട്ട് അനുഭവമുള്ളതും പറഞ്ഞു കേട്ടിട്ടുള്ളതുമായ പല കാര്യങ്ങളുമാണ്. കോപ്പി അടി ഭയങ്കരമായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഈ പറയുന്ന യൂണിയനിലെ ആളുകളും മറ്റേതും ടീച്ചേഴ്സ് മരം പോലെ നിൽക്കുള്ളൂ. അവർ കൺമുന്നിൽ ചെയ്യുന്നത് കണ്ടാലും അവരൊന്നും പറയില്ല. ക്വസ്റ്റ്യൻ പേപ്പർ പുറത്ത് കൊടുത്ത് ഇവർക്കുള്ള ആൻസർ എല്ലാം പുറത്തുനിന്ന് എഴുതി ഷീറ്റ് ഈ അകത്ത് ഈ യൂണിയനിലെ ആളുകൾ എഴുതി വെച്ച് കോപ്പി അടിക്കുന്ന വളരെ രസകരമായ ആ കർമ്മങ്ങളെല്ലാം അവിടെ സിമ്പിളായിട്ട് നടന്നിരുന്നു. അത് കണ്ടാലും കാണാത്ത പോലെ നിൽക്കാൻ ടീച്ചേഴ്സും പ്രിൻസിപ്പളും മറ്റു കുട്ടികളും എല്ലാവരും റെഡിയാണ്. എല്ലാവർക്കും ഭയമാണ്, ആർക്കും പ്രതികരിക്കണില്ല. അപ്പോൾ അങ്ങനെ സംഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് നിഖില ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റി അത് ഞാൻ ആ സമയത്തേക്ക് കോളേജ് മാറിയിട്ടുണ്ട്. ഒരു ദിവസം ഒരുപാട് ന്യൂസ് ചാനൽസ് ഇങ്ങനെ കോൾ വന്നു. അപ്പൊ എന്താ കാര്യം എന്നറിയില്ല. അപ്പൊ എടുക്കുമ്പോഴാണ് അറിയുന്നത് ഇതുപോലെ മറ്റൊരു കുട്ടിയെ കുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ സ്റ്റുഡൻസ് ആദ്യമായി SFIക്കെതിരെ പ്രതിഷേധിക്കുവാണ്. അവര് തന്നെ അവരുടെ യൂണിറ്റ് മെമ്പേഴ്സിനെതിരെ പ്രതിഷേധിക്കുവാണ്. അപ്പൊ ഈ സമയം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പറഞ്ഞ ഒരുപാട് ന്യൂസ് ചാനൽസ് അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഞാൻ അവിടെ നേരിട്ടത്. ആ സമയമാണ് ശരിക്കും ഞാനിതെല്ലാം ഡിസ്ക്ലോസ് ചെയ്യുന്നത്. അതുവരെ എനിക്ക് പുറത്തു പറയാൻ പേടിയായിരുന്നു. കാരണം എന്തെങ്കിലും എന്നെയോ ഫാമിലിയോ ചെയ്യും എന്നുള്ളൊരു നല്ല ഭയം ഉള്ളിലുണ്ടായിരുന്നു. ഈ ഒരു ഇൻസിഡന്റിന് ശേഷമാണ് അവരുടെ ശ്രദ്ധ കുറച്ച് അങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേക്കുമാണ് കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. മീഡിയയുടെ മുന്നിൽ ഞാൻ എല്ലാം ഓപ്പണായി പറഞ്ഞത് ഇതിന് ശേഷമാണ്. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അഡ്മിഷൻ ടൈമിൽ തന്നെ 200 രൂപ കൊടുത്ത് ഇവിടെ ഇവരുടെ ഒരു പാർട്ടി ഹെൽപ്പ് ഡെസ്ക് എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നമ്മൾ എന്തോ 200 രൂപ കൊടുത്ത് അവരുടെ എന്തോ നമ്മൾ വാങ്ങണം, ഒരു ഫോമോ മെമ്പർഷിപ്പ് കാർഡോ എന്തോ വാങ്ങണം. അതുകൂടാതെ എല്ലാവരും, ഞങ്ങൾ അന്ന് അഡ്മിഷൻ എടുക്കുന്ന എല്ലാവരും SFIയുടെ മെമ്പർഷിപ്പ് എടുക്കണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. അതെല്ലാവരും എടുക്കണം എന്നുള്ളത് നിർബന്ധമായിരുന്നു. ഒരു കാർഡ് പോലെ എന്തോ ഒരു സംഭവം. ഈ നിഖില അവിടെ ചേരാൻ ചെന്നപ്പോൾ 200 രൂപ കൊടുത്തിട്ട് SFIയുടെ ഒരു മെമ്പർഷിപ്പ് എടുക്കണമെന്ന് നിർബന്ധമായിരുന്നു. SFI അല്ലാത്തവർക്കും പാർട്ടിയിൽ ഇല്ലാത്തവർക്കും അല്ലെങ്കിൽ ഇതിനൊന്നും താല്പര്യമില്ലാത്തവർക്കും
ആന്ന് പറഞ്ഞാൽ കാര്യമില്ല. അവർ നിർബന്ധമായിട്ട് 200 രൂപ കൊടുത്ത് അതിലൊരു മെമ്പർഷിപ്പ് എടുക്കണം എന്നുള്ളത് ഒരു ഫോമോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ മെമ്പർഷിപ്പ് എടുക്കണം എന്നുള്ളത് നിർബന്ധമായിരുന്നു അവിടുത്തെ. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ആത്മഹത്യാ ശ്രമത്തിന് മുൻപ് തനിക്ക് നേരിട്ട എല്ലാ അനുഭവങ്ങളും എഴുതി കറക്റ്റായിട്ട് വെച്ചിട്ടാണ് ആത്മഹത്യാ ശ്രമം നടത്തിയത്. അന്ന് പിന്നീട് അവരുടെ പാർട്ടിയിൽ തന്നെ അഖിൽ എന്ന് പറയുന്ന ഒരാളെ കുത്തിയപ്പോഴാണ് ആദ്യമായി എസ് എഫ് ഐക്ക് എതിരെ, അവരുടെ ആ യൂണിയനെതിരെ ആ കോളേജിലുള്ള അവരുടെ ആളുകൾ തന്നെ തിരിഞ്ഞത്. കൂടുതൽ സ്റ്റുഡൻസ് എസ് എഫ് ഐക്ക് എതിരെ തിരിയാനായിട്ട് മുന്നിട്ട് ഇറങ്ങിയത്. രാഷ്ട്രീയം അത് ഹെൽത്തി ആണെങ്കിൽ, അത് നല്ല രീതിയിൽ എല്ലാവരും ഡെമോക്രസി, ഈ കൊടിയിൽ എഴുതി വെച്ചേക്കുന്ന ട്രോള് ശരിക്കും അത് അതുപോലെ നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ക്യാമ്പസ് രാഷ്ട്രീയം നല്ലതാണ്. പക്ഷേ നടക്കുന്നത് അതല്ല. അവിടെ ചെല്ലുന്നു, പഴയ കാലത്തെ ഇപ്പൊ ഈ പറയുന്ന രാജാക്കന്മാരും ഇവരും തമ്മിൽ പിന്നെ എന്താ വ്യത്യാസം? അവര് വരുന്നു, അവർക്ക് വേറെ പാർട്ടികൾക്ക് ഇലക്ഷൻ നിൽക്കാൻ പറ്റില്ല, എല്ലാവരും അവരുടെ പാത പിന്തുടരണം, അവര് പറയുന്ന പോലെ കേൾക്കണം. നമുക്ക് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിൽ തന്നെ പറയുന്നുണ്ട്, നമുക്കൊരു പാർട്ടിയിൽ വിശ്വസിക്കണോ വിശ്വസിക്കാതിരിക്കണോ, ഒരു ഐഡിയോളജി നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വിശ്വസിക്കാം, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ ഇവരുടെ ഒരു ഐഡിയോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വരുന്ന കുട്ടികളെല്ലാം പോയി ഈ ഒരു മെമ്പർഷിപ്പ് എടുക്കണം, അവര് പാർട്ടി പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ നമ്മളും പോയി പങ്കെടുക്കണം, അവർക്ക് പഠിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ നമ്മളും പഠിക്കരുത്, നമുക്കും പഠിക്കാൻ താല്പര്യം ഉണ്ടാവരുത്. ഈ ഒരു കൈൻഡ് ഓഫ് ഐഡിയോളജിയാണ് അവരുടെ. അതൊരിക്കലും നല്ലതല്ല. കാരണം എല്ലാവരും അവരെ പോലെ ഇപ്പോ ആരെങ്കിലും കൊന്നിട്ടോ കൈവെട്ടിയിട്ടോ കാല് വെട്ടിയിട്ടോ നാളെ PSC വഴി ജോലി കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ പോകുന്നവരല്ല. സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ജീവിക്കണം, അവര് ചിലപ്പോ പഠിച്ച് ഒരു നല്ലൊരു നിലയിലെത്തി ഫാമിലി നോക്കണം എന്നുള്ളൊരു ഡ്രീമിൽ വരുന്നവർ. അപ്പോൾ അവിടെ ചെല്ലുന്നവര് ഈ പറയണ മെമ്പർഷിപ്പ് എടുത്ത് പാർട്ടി പറയുമ്പോൾ എല്ലാം സമരത്തിനും സമ്മേളനങ്ങൾക്കും മീറ്റിങ്ങുകൾക്കും പോകണം. പഠിക്കാൻ ചെന്ന കുട്ടികളാണെങ്കിലും അവർ പഠിക്കരുത്. യൂണിയനിലുള്ള ആളുകൾക്ക് പഠിക്കാൻ ഇഷ്ടമില്ല, അപ്പോൾ ഇവരും പഠിക്കരുത്. അവർ പഠിക്കാൻ പറഞ്ഞില്ലെങ്കിൽ പഠിക്കാൻ പാടില്ല, അവർ പറയണ പോലെ ചെയ്യണം. അതൊക്കെയാണ് അവിടുത്തെ ഒരു ഐഡിയോളജി, യൂണിയൻ്റെ SFI യൂണിയൻ്റെ ഐഡിയോളജി നിഖിലേക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. അവർ പറയണ പോലെ കേൾക്കണം. അത് അങ്ങനെ ഒരു യൂണിയൻ ശരിക്കും എന്തിനാണ്? ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു യൂണിയൻ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂണിയൻ ഉണ്ടെങ്കിൽ അത് നല്ലതിനായിരിക്കണം. അതിൻ്റെ ഭരണം അല്ലെങ്കിൽ നിയമങ്ങൾ ആ കോളേജിലാണെങ്കിൽ ആ കോളേജിലെ സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും എല്ലാവർക്കും നല്ലതിനായിരിക്കണം. അല്ലാതെ ഇതുപോലെ വിഷമിക്കാനോ സങ്കടപ്പെടുത്താനോ വെട്ടും കുത്തുമായി മാത്രം നടക്കാൻ ആഗ്രഹിച്ച് ചെല്ലുന്നവരല്ല അവിടെ. പാർട്ടിയിൽ ചേരണം എന്ന ആഗ്രഹത്തോടെ ചെല്ലുന്നവരല്ല അവിടെ. പഠിക്കാൻ മാത്രമായിട്ട് ചെല്ലുന്നവരുണ്ട്, ഒരുപാട് ആഗ്രഹിച്ച് ദൂരെ നിന്നൊക്കെ വന്ന്. അപ്പം അവരോട് നീ പഠിക്കണ്ട, ഇന്ന് ക്ലാസ്സിൽ ഇരിക്കണ്ട, എല്ലാ ദിവസവും സമ്മേളനത്തിന് പോകണം, സമരത്തിന് പോകണം. പീരീഡ്സ് ടൈമിൽ പോലും ഗേൾസിനെ നട്ടുച്ചയ്ക്ക് സെക്രട്ടേറിയറ്റിൽ റോഡിൽ ഇരുത്തിയിട്ടുണ്ട് എന്നുള്ള അനുഭവം വരെ പറയുമ്പോൾ ശരിക്കൊന്നും ആലോചിച്ച് നോക്കൂല. ഈ ഒരു കൈൻഡ് ഓഫ് പഠിക്കാൻ പക്ഷെ നല്ല താല്പര്യത്തിൽ വരുന്ന ഒരുപാട് കുട്ടികളെ കൂടി ഈ ഒരു കുഴിയിലോട്ട് ചാടിച്ച് അവരെ അവസാനം ഈ പറയുന്ന പോലെ ആരുടെയെങ്കിലും വാടക ഗുണ്ടകളാക്കി മാറ്റുന്ന ഒരു രീതിയാണ്. അതിപ്പോ ഈ ഒരു പാർട്ടിയല്ല, അത് ഏത് പാർട്ടി ആയാലും അത് ഭയങ്കര മോശമാണ്. അത് ശരിയാണ്, നിഖില പറഞ്ഞ പോലെ എല്ലാവരും SFIയിൽ മെമ്പർഷിപ്പ് എടുത്ത് പാർട്ടിക്ക് വേണ്ടി ഇൻക്ലാബ് സിന്ദാബ എന്ന് പറഞ്ഞിട്ട് അതുവഴി പാർട്ടി വഴി കയറി ഏതെങ്കിലും ജോലിയിലോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലെ ഏതെങ്കിലും മേഖലകളിലോ കയറി എത്തിപ്പെടാമെന്ന് ആഗ്രഹിച്ച് വരുന്നവരാവണമെന്നില്ല. അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടാവാം, അതിൽ പോകുന്നവർ. പക്ഷെ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. നിർബന്ധിക്കരുത് ആരെയും, ഇതുപോലെ വിഷമിപ്പിക്കരുത്, മർദ്ദിക്കരുത്, വേദനിപ്പിക്കരുത്. അവരുടെ ഒരു ലൈഫോ എഡ്യൂക്കേഷൻ ഫ്യൂച്ചർ ഡ്രീം ഒന്നും ഇല്ലാതാക്കരുത്. അവർ പഠിച്ച് നന്നായി ആ ഒരു രീതിയിൽ ജോലി കയറി അവർക്ക് ആഗ്രഹിക്കുന്ന പോലെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. എല്ലാവരും പാർട്ടിയിൽ സിന്ദാബാദ് വിളിച്ച് പാർട്ടിയുടെ ഏതെങ്കിലും സാധനങ്ങളിൽ എത്തണം, അങ്ങനെ പാർട്ടി ബേസിൽ ജോലിക്ക് കിട്ടിപ്പോണമെന്ന് വിചാരിക്കുന്നവരാവണമെന്നില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പോ ഈ ഒരു ഇൻസിഡന്റിലും അവര് പറയുന്നുണ്ടായിരിക്കും, അതിൽ ചിലപ്പോ കൊന്നവരിൽ ഞങ്ങളുടെ പാർട്ടി ആൾക്കാരുണ്ടായിരിക്കാം എന്ന് പറഞ്ഞ് അതൊരു ഞങ്ങളുടെ പാർട്ടിയിൽ എല്ലാരും ചെയ്തത് എന്ന് പറയരുത് എന്നൊരു രീതിയിലുള്ള സംസാരം കേട്ടു. ശരിക്കും ഈ 130 പേരുടെ മുന്നിൽ വെച്ചിട്ട് അതൊരു പ്രൈവറ്റ് റൂമിൽ ഒറ്റയ്ക്ക് വിളിച്ചു വരുത്തി അടിച്ചതല്ല. 130 പേരുടെ മുന്നിൽ വെച്ച് പബ്ലിക്കായിട്ട്
അടിക്കാനും കൊല്ലാക്കൊല ചെയ്ത് 3 ദിവസം ഉപദ്രവിക്കാൻ ധൈര്യം ഉണ്ടായത് എങ്ങനെയായിരിക്കും? ഒരു സാധാരണക്കാരന് ആ ധൈര്യം ഉണ്ടാവില്ല. ഒരു ഇൻഫ്ലുവൻസും ഇല്ലാത്ത ഒരാൾക്ക് ആ ധൈര്യം ഉണ്ടാവില്ല. എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും, ഒരു ക്രൈം ചെയ്തു കഴിഞ്ഞാലും നാളെ സംരക്ഷിക്കാൻ ആള് വരും എന്നുള്ള പൂർണ്ണ ബോധ്യമില്ലാത്ത ഒരാളും ഈ പറഞ്ഞൊരു പരിപാടി ചെയ്യില്ല. അപ്പൊ അവിടെ നിന്ന് വ്യക്തമാണ് ഈ ഒരു പാർട്ടിയുടെ പങ്ക് എത്രത്തോളം ഉണ്ട്. അല്ലെങ്കിൽ അവര് ചെയ്യില്ല, ഒരിക്കലും ചെയ്യില്ല. ഒരു റൂമിൽ വിളിച്ചു വരുത്തി നിലവിലിപ്പം ഒരു 3 പേരുടെ ഇടയിലിട്ട് അടിച്ചതല്ല. 130 പേരുടെ മുന്നിട്ട് അടിക്കണമെങ്കിൽ അവർക്ക് രക്ഷപ്പെടാം എന്നുള്ള ധൈര്യവും കോൺഫിഡൻസും ഉണ്ട്. അത് ശരിയാണ്. ഈ പാർട്ടിയുടെ ഇത്തരത്തിലുള്ള അനാവശ്യ കാര്യത്തിലുള്ള സപ്പോർട്ടിന്റെ ബലത്തിൽ മാത്രമാണ് ഒരു റൂമിൽ ഒറ്റയ്ക്ക് വിളിച്ചുകൊണ്ട് പോയി അടിച്ചതല്ല. ഇത്രയും പേര് 130 പേരുടെ മുന്നിൽ നിർത്തി 3 ദിവസത്തോളം മർദ്ദനം ചെയ്യുകയും പിന്നെന്താ പറയാ, ഇത്രയും പേരുടെ മുന്നിൽ ഈ സിദ്ധാർത്ഥ എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ ആ പൂക്കോട് വെറ്റിനറി കോളേജിൽ ഉപദ്രവിക്കുകയും ചെയ്യണമെങ്കിൽ ഇപ്പൊ എനിക്കൊരാളെ നടു റോഡിലിട്ട് ഒരുപാട് പേരുടെ മുന്നിൽ വെച്ച് തല്ലാനായിട്ട് ഞാൻ തല്ലിയിട്ടുണ്ട് കേട്ടോ, കുറെ ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട്. അത് വേറെ കാര്യം, അത് പേഴ്സണലി ഒരു ഇഷ്യൂ. പിന്നെ അതല്ലാതെ ഇപ്പോൾ ഇതുപോലെ ഇത്രയ്ക്കൊക്കെ ക്രൂരമായി നഗ്നനാക്കിയിട്ട് ഉപദ്രവിക്കുക, 3 ദിവസത്തോളം അയാളെ ഇതുപോലെ ചെയ്ത് കൊല ചെയ്ത് ഇതുപോലൊക്കെ ചെയ്യാന്നൊക്കെ പറയണെങ്കിൽ സാധാരണ ഒരാൾക്ക് നിഖില പറഞ്ഞ പോലെ ധൈര്യം ഉണ്ടാവില്ല. അവർക്ക് എന്ത് ചെയ്താലും അവരെ താങ്ങാൻ ഒരാളുണ്ട്, ഒരു ശക്തി ഉണ്ട് എന്നുള്ളൊരു ബലത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതിനൊന്നും ധൈര്യം ഉണ്ടാവില്ല. ആ ഒരു ബലം അനാവശ്യമായ ബലങ്ങളാണെങ്കിൽ അത് പാടില്ല ഒരിക്കലും. അതാണ്, അങ്ങനത്തെ ഒരു ബലം ഇല്ലായിരുന്നെങ്കിൽ അവര് എൻ്റെ പോലെ തന്നെ ഒരു സ്റ്റുഡൻ്റ് ആണ് അവൻ എന്ന് അവര് തോന്നേണ്ടതായിരുന്നു. അവർക്ക് പാർട്ടിയിൽ നിന്ന് നീ എന്ത് ചെയ്താലും ഞങ്ങൾ കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു ഇത്, നീ അനാവശ്യ കാര്യങ്ങളൊന്നും ഇടപെടരുത്. എഴുതി വെച്ച പാർട്ടി SFIയുടെ ആണെങ്കിലും ഏത് പാർട്ടിയുടെ ആണെങ്കിലും എഴുതി വെക്കപ്പെട്ട നിയമങ്ങൾ അതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാണ്. പക്ഷെ ആ പറയുന്ന എഴുതി വെച്ച നിയമങ്ങൾ വേറെ, കാണിച്ചു കൂട്ടുന്നത് അരാഷ്ട്രീയം, അക്രമം. അതാണ് നമുക്ക് അതിനോടാ യോജിപ്പ്, അല്ലാതെ ഒരു പാർട്ടിയോടുമുള്ള യോജിപ്പല്ല അത്. സദാചാരത്തിനെതിരെ വലിയ പോരാട്ടം നടത്തുന്ന ആളുകളാണ് ഞങ്ങളെന്ന് വീമ്പിളക്കലാണ് SFI മുമ്പൊക്കെ നടത്തിയിട്ടുള്ളത്. എന്നാൽ ഇപ്പൊ പുറത്തു വരുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഈ വാലന്റൈൻസ് ഡേ പരിപാടിക്ക് സിദ്ധാർത്ഥ് നൃത്തം ചെയ്യുകയും അവിടെ ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥിനിയോട് തന്റെ പ്രണയം അഭ്യർത്ഥിക്കുകയൊക്കെ ചെയ്തു. അത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല. തുടർന്നാണ് ഇവർ ഈ ഒരു മൃഗീയമായ രീതിയിലേക്കുള്ള പോക്കിലേക്ക് കടന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അറിയില്ല എന്താ കാര്യം എന്നൊന്നും അറിയില്ല ഇവർക്ക്. ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ ഐഡിയോളജി എല്ലാം കൊടിയിൽ, എല്ലാരും പറയുന്ന പോലെ കൊടിയിൽ ട്രോളും എഴുതി വെച്ചിട്ട് അതിനെതിരെ നേരെ വിപരീത ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഇപ്പോ എല്ലാരും പറയാം എല്ലാരും ഇങ്ങനെയല്ല, മേ ബി അല്ലാത്തവരുണ്ടാവും. പക്ഷെ ഞാൻ അനുഭവിച്ച ഒരു കാര്യത്തിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം ഇവര് പറയുന്നതായിട്ടോ, സ്വാതന്ത്ര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അവരെ മാത്രമേ വിശ്വസിക്കാവൂ. അതാണ് അവരുടെ കൈൻഡ് ഓഫ് സ്വാതന്ത്ര്യം. ജനാധിപത്യം ബാക്കിയുള്ള പാർട്ടീസിനെ അവിടെ പങ്കെടുപ്പിക്കാനായിട്ടല്ല, അവർക്ക് ഇലക്ഷന് പങ്കെടുക്കാൻ പറ്റില്ല. അവരാണ് ജനാധിപത്യത്തെ പറ്റി പറയുന്നത്. ശരിക്കും ഈ പറയുന്ന കണക്ക് പറയുന്ന ഐഡിയോളജിയും ചെയ്യുന്ന കാര്യങ്ങളായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു കൈൻഡ് ഓഫ് ആൾക്കാരായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അത് ശരിയാണ്. പറയുന്ന ഐഡിയോളജിയും ചെയ്യുന്ന കാര്യങ്ങളും തമ്മിൽ പാർട്ടിയുടെ യാതൊരു ബന്ധവുമില്ല. അതാണ് നമുക്ക് വിഷമം. പാർട്ടിയുടെ നല്ല നല്ല നിയമങ്ങളും നല്ല അവരുടെ ഐഡിയോളജിയും കാര്യങ്ങളും അതുപോലെ നടപ്പിലാക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, എല്ലാ പാർട്ടിയും നല്ലതാണ്. പറയുന്ന കാര്യങ്ങളും പ്രവൃത്തിയും വേറെ ആവുമ്പോഴാണ് നമുക്കൊരു വിഷമം. അപ്പോൾ നിഖിലയുടെ ഈ കാര്യം, ഇപ്പോൾ സിദ്ധാർത്ഥന്റെ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് SFI പ്രവർത്തകരുടെ ക്രൂരമർദ്ദനമൊക്കെ പുറത്തു വന്നപ്പോഴാണ് 2019 തന്റെ അനുഭവത്തെ പറ്റി നിഖില ഇപ്പോൾ ഉണ്ടായ അനുഭവങ്ങളെ പറ്റി മീഡിയയ്ക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്. പൂക്കോട് വെറ്റിനറി കോളേജിലെ മുൻ PTA അധ്യാപകനായ PTA മെമ്പറായിരുന്ന കുഞ്ഞാമു എന്ന് പറയുന്ന ഒരു ആളുടെ ഓഡിയോ ഉണ്ടായിരുന്നു ന്യൂസ് ചാനലിൽ, മനോരമയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ പുള്ളി പറയുന്നു, അവിടെ ഇതുപോലെ ഈ പറയുന്ന SFIക്കാരുടെ ഒരു അതിക്രമ അഴിഞ്ഞാട്ടം പണ്ട് മുതലേ ഉണ്ട്. ഈ പറയുന്ന ചെഗുവേര, ലെനിൻ അവരുടെ എല്ലാം ഫോട്ടോ എല്ലായിടത്തും വെച്ചിട്ട് അതിൻ്റെ മുന്നിൽ നിന്ന് നിർബന്ധിതമായി മുദ്രാവാക്യം വിളിപ്പിക്കുക സ്റ്റുഡൻസിനെ കൊണ്ട്. അവർക്ക് താല്പര്യമില്ലെങ്കിലും അവരെ കൊണ്ട് വിളിപ്പിക്കലും മുതൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുക, അതവിടെ ഒരുപാട്. അതുപോലെ
ഈ പറയുന്ന ഇടിമുറി എന്ന് പറയുന്ന ഒരു മുറി തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി ഞാൻ. ശരിക്കും പോലീസുകാരുടെ അവിടെയൊക്കെ എങ്ങനെയൊക്കെ കേൾക്കണം. ഇടിമുറി എന്നൊരു പേരിട്ടൊരു മുറി തന്നെ ഉണ്ടായിരുന്നു. അതായത് അത്യാവശ്യം അടിക്കാനും അതിക്രമത്തിനൊക്കെ വേണമെങ്കിൽ പാർട്ടിക്കാർക്ക് ഇടയിൽ കൊണ്ടുപോയി ചെയ്യാനുള്ള അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഒരു വെളിപ്പെടുത്തൽ, ഇത് ഞാൻ വെളിപ്പെടുത്തുന്നതല്ല, ന്യൂസ് ചാനൽ അവിടെ തന്നെ പൂക്കോടുള്ള വെറ്റിനറി കോളേജിൽ ഉണ്ടായിരുന്ന മുൻ PTA മെമ്പർ കുഞ്ഞാമു എന്ന് പറയുന്ന ആളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടുള്ള 2 ന്യൂസുകളാണിത്. അപ്പോൾ അത് എന്തായാലും നിങ്ങളിത് മുഴുവൻ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലെ ഒരു സിദ്ധാർത്ഥ് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു നിഖില നമ്മുടെ ഓരോ വീടുകളിലും മക്കൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കളിൽ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. ഈ ക്യാമ്പസിലുള്ള ഇപ്പോൾ രാഷ്ട്രീയം വേണോ, അതിൻ്റെ ആവശ്യത ഉണ്ടെങ്കിൽ രാഷ്ട്രീയം വേണമെന്നുണ്ടെങ്കിൽ തന്നെ അത് ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രം വാഴുന്ന ഒരു രീതി ആവാതെ, അല്ലെങ്കിൽ ഏത് യൂണിയനാണ് ജയിക്കണമെങ്കിൽ ആ യൂണിയൻ സ്റ്റുഡൻസിന് വേണ്ടി നല്ല രീതിയിലുള്ള ഒരു ഭരണം, കാര്യങ്ങളും ഐഡിയോളജിയൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുക. അല്ലാതെ ഇതുപോലെ ഇത്രയും വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ക്രൂരമർദ്ദനങ്ങൾ, മാനസിക പീഡനങ്ങൾ, എന്താ പറയുക, ഉപദ്രവങ്ങൾ, അല്ലെങ്കിൽ ഒരു ഫ്രീഡം ഇല്ലായ്മ, ഇതൊന്നുമുണ്ട്. സ്വാതന്ത്ര്യം എല്ലാവർക്കും അർഹിക്കപ്പെട്ടതാണ്. അപ്പം നല്ലൊരു ക്യാമ്പസുകളും നല്ലൊരു രാഷ്ട്രീയവും നല്ലൊരു ഭരണങ്ങളും നമ്മുടെ നാട്ടിലും നമ്മുടെ ക്യാമ്പസുകളിലും നമ്മുടെ മക്കൾക്കും വരും തലമുറകൾക്കെല്ലാം കൊടുക്കാൻ നമുക്ക് കഴിയട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പറയുന്ന സിദ്ധാർത്ഥിന് നീതി കിട്ടട്ടെ എത്രയും പെട്ടെന്ന്. അപ്പോൾ അടുത്ത നല്ലൊരു ടോക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താടിയും പൊട്ടും ടോക്സ്. ബൈ.